അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ഈ കാലയളവിൽ ദൈവശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ റജി സാമുവൽ അവറുകളാണ്. തന്റെ ജീവിതാനുഭവം നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനോട് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റജി സാമുവലിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. എന്നെ അരോമ ടിവിയിലൂടെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ഈസ്റ്റർ ദിവസത്തിന്റെ വൈകിയ സമയത്ത് സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ എനിക്ക് തന്ന ആയുസ്, ആരോഗ്യം, സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹാസ്നേഹമൊക്കെ അനുഭവിക്കാൻ ലഭിച്ച ഭാഗ്യം എല്ലാത്തിനും ദൈവത്തിന് 1000 നന്ദി പറയുന്നു. എന്നെ വീക്ഷിക്കുന്ന ദൈവമക്കൾക്കും ഞാൻ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുക എന്നുള്ള ദൈവത്തിന്റെ വചനമുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹത്തെയും ദൈവത്തിന്റെ കരുതലുകളെയൊക്കെ രുചിച്ചറിയുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്തേറിയ ശുശ്രൂഷകളിൽ ഭാഗവാക്കായി തീരാൻ മഹാദൈവത്തിന്റെ നിയോഗവും നിർണയമൊക്കെ ഒക്കെ ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് റജി സാമുവൽ എന്നാണ്. എൻ്റെ സ്വദേശം അടൂരാണ്. ഞാനിപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ 17 വർഷത്തോളമായിരിക്കുന്നു ഞാൻ വെണ്ണിക്കുളത്ത് ബഹുമാനിയ കർത്തദാസൻ ഷാജി എമ്പോൾ പാസ്റ്ററുടെ അദ്ദേഹത്തിന്റെ ചർച്ചിൽ അസോസിയേറ്റ് ചെയ്യുകയും അപ്പോൾ തന്നെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗപ്രകാരം റാന്നിക്കടുത്തുള്ള ചുടനെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചർച്ച് സ്ഥാപിക്കാനൊക്കെ ദൈവം അവസരം നൽകി. എൻ്റെ ഭാര്യ സൽമ, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകന്റെ പേര് ഷാരോൺ ആർ ഷാമുവേൽ, രണ്ടാമത്തെ മകളാണ്, മോടെ പേര് സേറ ആർ ഷാമുവേൽ. കുഞ്ഞുങ്ങൾ 2 പേരും വെണ്ണിക്കുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോൻ 8ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ്, മോള് 1ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ കുടുംബമായിട്ട് കൃപയാലാകുന്നു. ദൈവവചന പ്രകാരം പറഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ നിലയിൽ കർത്താവിന്റെ കൃപ അനുഭവിപ്പാൻ, കർത്താവിനെ മാനിപ്പാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. അരോമ ടിവിയിലൂടെ എൻ്റെ സാക്ഷ്യം എനിക്കിങ്ങനെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ പോയ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും എൻ്റെ സാക്ഷ്യങ്ങൾ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഫസ്റ്റ് അനുഭവമാണ് എൻ്റെ സാക്ഷ്യം. ഇങ്ങനെ നീണ്ട സമയം അരോമ ടിവിയിലൂടെ ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന ദൈവമക്കൾ കേൾക്കത്തക്ക നിലയിൽ, നിങ്ങൾ എന്നെക്കുറിച്ച് അറിയത്തക്ക നിലയിൽ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത വൻകാര്യങ്ങളെക്കുറിച്ചും കർത്താവ് എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും ദൈവത്തിന് പരിശുദ്ധാത്മാവിന് ലഭിച്ച നിയോഗങ്ങളെക്കുറിച്ചും ഇന്നും എന്നും ഞാൻ അനുഭവിക്കുന്ന അളവില്ലാത്ത ദൈവത്തിന്റെ കൃപയെക്കുറിച്ചും നിങ്ങളോട് പങ്കുവെക്കാൻ അരോമ ടിവി എനിക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും കെട്ടുപണിക്കും വേണ്ടി എല്ലാ നിലയിലും പ്രയോജനപ്പെടുന്ന ഈ പ്രവർത്തനങ്ങളെ സ്വർഗത്തിലെ ദൈവം ആദരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകൾക്ക്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് അത് കണ്ടന്റ് ചെയ്യുന്ന പ്രിയ ബഹുമാനിയ കർത്തദാസൻ, അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് റജി സാമുവൽ എന്നാണ്. എൻ്റെ സ്വന്തം വീട് അടൂരാണ്. എനിക്ക് മാതാവും പിതാവും 3 സഹോദരിമാരുമാണ് ഉള്ളത്. അവർ 3 പേരും എൻ്റെ ചേച്ചിമാരാണ്. ഒരാളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരി, മൂത്ത സഹോദരിയെ, രണ്ടാമത്തെ സഹോദരി വിവാഹം കഴിച്ചിരിക്കുന്നത് അഞ്ചലിനടുത്ത് ചെന്നപ്പെട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇളയ സഹോദരി വിവാഹം കഴിച്ചിരിക്കുന്നത് വെൺമണിയിലാണ്. വെൺമണി IPC സഭയുമായിട്ട് ബന്ധപ്പെട്ടവര് കർത്താവിനെ സ്നേഹിച്ച് സേവിച്ചു പോകുന്നു. ഞാൻ ഇളയ പൈതലാണ്. എൻ്റെ ബാല്യകാല അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. എങ്കിലും എൻ്റെ ഓർമ്മയിലുള്ളത് എൻ്റെ അമ്മ പറഞ്ഞതായിട്ടുള്ള ചില അനുഭവങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് ഒന്ന് പങ്കുവെക്കാം. ഞാൻ മക്കളിൽ ഇളയ ആളാണ്. അപ്പോൾ തന്നെ പഴയ കാലത്തെ ജീവിത സാഹചര്യത്തിന്റെ എല്ലാ പ്രതിസന്ധികളെ മറികടന്ന്
ജീവിക്കാൻ അധികം സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ദൈവത്തിന്റെ മഹാകരുണയാൽ എന്റെ മാതാപിതാക്കൾ ആ കാലത്ത് ജീവിച്ചു വന്ന അമ്മ മർത്തോമയുമായിട്ട് ബന്ധപ്പെട്ട് പശ്ചാത്തലത്തിൽ പിതാവ് CSIയുമായിട്ട് പശ്ചാത്തലത്തിൽ CMSയുമായിട്ടൊക്കെ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്. ആ നിലയിലുള്ള ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഇത് ദൈവത്തിന്റെ മഹാകരുണയാൽ പിന്നത്തെ ആത്മീയമായ ദർശനങ്ങളും ആത്മീയമായ ഇടപെടലുകളൊക്കെ കാരണം മാതാപിതാക്കൾക്ക് ദൈവത്തെങ്കിലേക്ക് അടുക്കാൻ അതിലും അധികമായിട്ട് എന്റെ ലൈഫിൽ വ്യക്തിപരമായിട്ട് മാനസാന്തരത്തിലേക്കൊക്കെ വരാൻ ദൈവം അവസരം നൽകി. എന്നാൽ തന്നെയും എൻ്റെ മാതാവിന്റെ നാലാമത്തെ ആളാണ് മകനായിട്ട് ഞാന്. 3 സഹോദരിമാരും ആണ് എനിക്കുള്ളത്. വലിയ പ്രതീക്ഷയോടാണ് ആ കാലത്ത് അമ്മമാര് അല്ലെങ്കിൽ അപ്പന്മാരും ഒക്കെ ആ മക്കൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്നെയും അങ്ങനെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അമ്മ ആദ്യത്തെ പ്രസവം കഴിഞ്ഞു, പെൺകുഞ്ഞ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു, പെൺകുഞ്ഞ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു, പെൺകുഞ്ഞ് നാലാമത്തെ. എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുന്നു, അനുഗ്രഹീതരയ്ക്കുന്ന കർത്തദാസന്മാരിൽ ഒരാള് എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ കിടക്കുന്ന സമയത്ത് തന്നെ എന്നെക്കുറിച്ചൊരു പ്രവചനമായിട്ട് അമ്മയോട് അപ്പ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലൊന്നുമല്ല, വീടിന്റെ അടുത്ത് നടന്ന ഒരു ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന സമയത്ത് ബഹുമാന്യ കർത്തദാസന്മാരൊരാള് അമ്മയോട് ഒരു ആലോചന പറഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ ഇപ്പോഴുള്ള കുഞ്ഞ് ഒരു ആൺകുഞ്ഞായിരിക്കും, അവൻ കർത്താവിന്റെ വേല ചെയ്യും എന്നൊക്കെ. പക്ഷെ കർത്താവിന്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചിന്താഗതികളോ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊന്നും എന്റെ മാതാപിതാക്കൾക്കോ എന്റെ കുടുംബത്തിൽ ആർക്കുമില്ല. അങ്ങനെ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെന്തക്കോസ്തുമായി ബന്ധപ്പെട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളോ അങ്ങനെ ബന്ധുക്കളോ സ്വന്തക്കാരൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ വിളിയോ തെരഞ്ഞെടുപ്പോ ആത്മീയ ശുശ്രൂഷയോ അങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും അധികം അവർ ശ്രദ്ധ കൊടുക്കാതെ ജീവിച്ചവരാണ്. എന്നാൽ ആ നിയോഗം എൻ്റെ അമ്മയ്ക്ക് ആ ദൈവത്തിന്റെ ആലോചന ലഭിച്ചിരുന്നു. അതിനുശേഷം എൻ്റെ ജനനം ഉണ്ടായി. ആ ജനന സമയമായിട്ട് ബന്ധപ്പെട്ട് അമ്മ 4ാമതായി പ്രസവിക്കുന്ന ഒരു മകൻ എന്ന നിലയിൽ എൻ്റെ അമ്മ ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ്. എനിക്കിതിനെപ്പറ്റി എന്നോട് നേരിട്ട് പറഞ്ഞത് എൻ്റെ അമ്മയല്ല, എന്നോട് നേരിട്ട് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററിന്റെ ആന്റിയാണ്. കാരണം അവരുടെ സഹോദരിമാരുടെ മീറ്റിങ്ങിൽ ഇന്ന് കർത്താവിന്റെ വേലയിലൊക്കെ പ്രയോജനപ്പെടുന്നത്, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതൊക്കെ കണ്ടപ്പോ കർത്താവിന്റെ വേല ചെയ്യുന്നൊരു കർത്തദാസന്റെ അമ്മയാണല്ലോ സാക്ഷ്യം പറയാൻ സഹോദരിമാരുടെ ഒരു മീറ്റിങ്ങിന് അമ്മയ്ക്ക് അവസരം കിട്ടിയപ്പോ അന്ന് കണ്ണ് നിറഞ്ഞ് കരഞ്ഞ് കവിൾത്തടങ്ങൾ നനഞ്ഞുകൊണ്ട് അമ്മ അന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതകാലത്തിന്റെ ആരംഭകാലങ്ങളിലെ സാക്ഷ്യം അന്ന് അമ്മ പറഞ്ഞതാണ്. ശരിക്കും ഞാൻ പോലും എന്നോട് പാസ്റ്റാൻഡി പറയുമ്പോൾ ഞാൻ പോലും എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായി. അങ്ങനെയൊക്കെ ഒരു അനുഭവം എന്നെ കുറിച്ച് ഉണ്ടായിരുന്നോ? പക്ഷെ അമ്മയൊക്കെ അത് ഭയങ്കര സീക്രട്ടായിട്ട് അമ്മ വ്യക്തിപരമായിട്ട് അനുഭവിച്ച കാര്യമായതുകൊണ്ട് അത് ആരോടും പറയാത്ത ചില കാര്യങ്ങളായിരുന്നു. ജനിച്ച സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ തൂവാല കഷ്ണം പോലെ ഇന്ന് ഞാൻ ഭയങ്കര മിടുക്കനാണ്. എനിക്കിന്ന് ഏകദേശം 82 കിലോയുണ്ട്, എനിക്ക് 43 വയസ്സുണ്ട് ഉള്ളത് ശരിയാണ്. കണ്ടാൻ മിടുക്കനാണ്, നല്ല ആരോഗ്യ ദൃഢാകത്തിനാണ്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. ജനിച്ചു വീണ സമയത്ത് ഒരു ചെറിയ കീറ്റത്തുണിയുടെ വലിപ്പം മാത്രമേ ഉള്ളായിരുന്നു. ചെറിയ നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കരിന്തു അല്ലെങ്കിൽ കൈക്കരത്തുണി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. കൈക്കരത്തുണിയുടെ ഒരു ചെറിയ കഷ്ണം പോലെ ആയിരുന്നു എൻ്റെ ശരീര പ്രകൃതി. കണ്ണൊക്കെ തെള്ളി, കവളൊക്കെ ഒട്ടി, നെറ്റിയൊക്കെ ഉന്തി, വല്ലാതെ നെഞ്ചും കൂടൊക്കെ പൊങ്ങി. എന്തിനു പറഞ്ഞു, ഇന്നത്തെ കാലത്ത് നമ്മൾ ഓട്ടിസം എന്നൊക്കെ പറയുന്നത് പോലെ ആ ജനിച്ച സമയത്ത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. നാലാമത്തെ കുഞ്ഞ് ആൺകുഞ്ഞായതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഒരു സന്തോഷം, ഒരുപക്ഷെ വീട്ടിലുള്ളവർക്കൊക്കെ ഒരു സന്തോഷം ഒരുപക്ഷെ ഒരു പരിധിവരെ ഉണ്ടായെങ്കിൽ തന്നെ എൻ്റെ ആ ജനന സമയത്തെ നിസ്സഹായ അവസ്ഥകളും വല്ലാത്തൊരു ശരീരപ്രകൃതവും ഒക്കെ വീട്ടുകാരെ തന്നെ ഞാനെന്ന ഒരു മകൻ എന്ന നിലയിൽ ഒരു കൈപ്പേറിയ അനുഭവമാണ് ആ വീടിനകത്ത് ഉണ്ടായത്. എൻ്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പൻ വീട്ടിൽ നിന്ന് പകല് ജോലിക്ക് പോകുന്ന സമയത്ത് വൈകിട്ട് വരുമ്പോൾ നിന്റെ കുഞ്ഞിനെ ഇവിടെ കാണരുത് എന്ന് പറഞ്ഞ് അപ്പൻ ബഹളം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് പോയ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞത് എന്നോട് ആന്റി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മ എന്നോട് നേരിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം അപ്പനുമായിട്ടുള്ള സ്നേഹമോ ബന്ധമോ ഒക്കെ അതിനൊരു അടുപ്പക്കുറവ് ഉണ്ടായിരിക്കണം. പക്ഷെ അതൊക്കെ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിനകത്ത് വളരെ പരമരഹസ്യമായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ്. കാരണം അത് മറ്റുള്ളവർ അറിയേണ്ടതെങ്കിലും അരോമയിലൂടെ എനിക്കത് പറയാൻ ഒരവസരം കിട്ടി. അങ്ങനെ ഒത്തിരി അമ്മ എന്നെ സേവ് ചെയ്തു, ഒത്തിരി എന്നെ കരുതി.
ആ സമയത്ത്. പക്ഷേ ദൈവത്തിന് മഹാകരുണ എന്ന് പറയാം. വീട്ടിലെ പഴയ ഒരു വീട്, ആ വീട് തന്നെയാണ് ഇന്നും ഞങ്ങൾക്കുള്ളത്. പഴയ ഒരു വീട്, അത് ഇച്ചിരി മെയിൻ്റനൻസ് ചെയ്ത് ഓല മാറി ഓടിട്ടൊരു വീട് മാത്രമാണ് ഇന്നും ഞങ്ങൾക്കുള്ളത്. ആ വീട്ടില് നടകല്ലിൽ അടിച്ചു കൊല്ലുമെന്ന് അപ്പം 2 പ്രാവശ്യം പറഞ്ഞത് അമ്മ പറഞ്ഞത്, അത് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞൊരു ഓർമ്മ എന്റെ ജീവിതത്തിനകത്തുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഓർക്കുക, ജനിച്ചിട്ട് 1, 2, 3 മാസമായ സമയത്ത് നടകല്ലിൽ അപ്പൻ അടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞ് കാലിൽ വലിച്ച് പല പ്രാവശ്യം എന്റെ അപ്പൻ അന്തരീക്ഷത്തിലേക്ക് എന്നെ പൊക്കിയ സമയത്ത് ആ നടകല്ലിലേക്ക് ഒരടി അടിച്ചിരുന്നെങ്കിൽ അവിടെ കൊണ്ട് അവസാനിക്കേണ്ട എന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഈ ഉയർപ്പിന്റെ ദിവസത്തിൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും കെട്ടുപണിക്കും ദൈവനാമ മഹത്വത്തിനായി എന്നെ നിർത്തിയ ദൈവത്തിന്റെ മഹാസ്നേഹമോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നെ കർത്താവ് സ്നേഹിച്ചു, എന്നെ ദൈവം കണ്ടു. ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ നമ്മെ ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ശക്തിയാണ് അന്ന് മരണത്തിന് ഞാൻ കീഴടങ്ങാത്തതും എന്റെ അപ്പന്റെ പക നിറഞ്ഞ ആ സ്വഭാവത്തിന് മുമ്പിൽ നടകല്ലിൽ ഒരു തുണി അലക്കുന്നത് പോലെ അടിച്ചു കൊല്ലാൻ അനുവദിക്കാതെയും എന്നെ അതിൽ നിന്ന് വിടുവിച്ചെന്ന് ഞാൻ ഓർക്കുന്നു. അപ്പന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ഒരു തുണിക്കകത്ത് പൊതിഞ്ഞു വെക്കാനുള്ള ശേഷിയൊന്നും അമ്മയ്ക്ക് ഇല്ലാത്തൊരു കാലമായിരുന്നു ആ കാലം. ആ ഒരു അനുഭവത്തിൽ നിന്നൊക്കെ മുന്നോട്ട് ദൈവം അമ്മ വളരെ സൂക്ഷ്മമായിട്ട് വളർത്തി. എങ്കിലും അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള പലരും പ്രാർത്ഥനയ്ക്കൊക്കെ വരികയും പ്രാർത്ഥനക്കാരൊക്കെ വരുമ്പോഴും ഒക്കെ ദൈവാലോചനകളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് അമ്മ ഓർക്കുന്നുണ്ട്. അമ്മയത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനൊരു ഒരുപക്ഷെ ഒരു മർത്തോമേലോ ഒരു CMS പശ്ചാത്തലത്തിലൊക്കെ ജനിച്ചു വളർന്നവർക്ക് ആത്മീയമായിട്ട് ആ കാര്യത്തിന്റെ അകത്തുള്ള വലിയ ബോധമില്ലാത്തത് കൊണ്ടും ആ യാഥാർത്ഥ്യ ബോധങ്ങൾ ഇല്ലാത്തത് കൊണ്ടും ഒരുപക്ഷെ അങ്ങനെ എല്ലാ കാര്യത്തിനും ദൈവത്തിന് നന്ദി പറയുക ഇന്നത്തെ പോലെയുള്ള ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ടും അന്നത്തെ ജീവിത സാഹചര്യം, അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം ഒന്നും അതിന് അനുവദിക്കാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് അമ്മ ഒതുങ്ങി ജീവിച്ചു. അങ്ങനെ എന്റെ വിദ്യാഭ്യാസം തുടങ്ങി. വിദ്യാഭ്യാസം ദൈവത്തിന്റെ കൃപ, അങ്ങനെ വലിയ ആത്മീയമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ ജീവിക്കാത്തത് കൊണ്ടും ദൈവാശ്രയം, ദൈവത്തിന്റെ കൃപ, ദൈവീയ അനുഗ്രഹം, സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിയോ ജ്ഞാനമോ അതൊക്കെ വളരെ കുറവായതുകൊണ്ടും എന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിദ്യാഭ്യാസത്തിൽ വലിയ ഉന്നത നിലയിലൊക്കെ ചെന്നെത്തിയ ഒരു പാരമ്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഒരുപക്ഷെ നിർഭാഗ്യാവസ്ഥയായിരിക്കാം. വിദ്യാഭ്യാസം 10-ാം ക്ലാസ് വരെയാണ്. 10-ാം ക്ലാസ് തന്നെ ജയിക്കാൻ വേണ്ടി പല പ്രാവശ്യം പല ശ്രമങ്ങളും നടത്തി. അതൊക്കെ പരാജയപ്പെട്ടു പോയി. അതൊക്കെ ജീവിതത്തിന്റെ വലിയ അനുഭവങ്ങളാണ്. അപ്പൊ അതൊക്കെ പരാജയപ്പെട്ടു. ശേഷം എന്റെ അപ്പന് വലിയ താല്പര്യമായിരുന്നു ഏതെങ്കിലും ഒരു ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിച്ച് ആ നിലയിൽ കുടുംബത്തിന്റെ ഏറ്റവും ഇളയൊരു മകൻ എന്ന നിലയിൽ അപ്പനും അമ്മയും നോക്കേണ്ട, സഹോദരിമാരെ നോക്കേണ്ട അങ്ങനെയുള്ള ചുമതലകളൊക്കെ ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം അപ്പൻ അതിനുവേണ്ടി താല്പര്യപ്പെട്ടു. എന്റെ സഹോദരന്മാരുമായി ബന്ധപ്പെട്ട് അമ്മയുടെ ഫാമിലിയിൽപ്പെട്ട ചിലര് നോർത്ത് ഇന്ത്യ ജോലി ചെയ്യുന്ന അവരോടുകൂടെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. ആദ്യം മധ്യപ്രദേശ് പോയി, ഇൻഡോറിൽ പോയി. ചില വർഷങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ഫിറ്റർ ആൻഡ് വെൽഡർ ആയിരുന്നു. ആ നിലയിൽ ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്ന സമയത്ത് 2000 സാധാരണ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിനകത്തൊരു CSI ആണെങ്കിലും അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ ക്രിസ്മസ് കാലം എന്നൊക്കെ പറയുന്നത് ഓണത്തെക്കാളും നമ്മളെ സംബന്ധിച്ച് ഇച്ചിരി പ്രാധാന്യത ഉള്ളത് കൊണ്ട് ആ ക്രിസ്മസ് സമയത്ത് നാട്ടിലേക്ക് ലീവിന് വരികയും, ലീവിന് വരുന്ന സമയത്ത് അന്നൊക്കെ ഞങ്ങൾക്ക് അടുത്തൊരു ബാപ്റ്റിസ്റ്റ് സഭയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞങ്ങളെ കൂട്ടായ്മകളും ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്. മനസ്സാന്തരപ്പെട്ടിട്ടില്ല, ആത്മീയമായിട്ടുള്ള യാതൊരു ഗുണങ്ങളുമില്ല. പക്ഷെ ഒരു ലോകമനുഷ്യരായിട്ട് ജീവിക്കുന്ന ഒരു സമയം. നോർത്ത് ഇന്ത്യയിലാണ്, കുറെ വർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. നാട്ടിലേക്ക് ക്രിസ്മസിന് സമയത്ത് വന്ന സമയത്താണ് എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യസ്ത അനുഭവം ഉണ്ടായത്. ഞാനന്ന് പഠിക്കുന്ന കാലം മുതലേ ഞങ്ങൾ ഈ ഡ്രമ്മും സൈഡ് ഡ്രമ്മും ഒക്കെ ഉപയോഗിക്കാൻ ശീലമുള്ളത് കൊണ്ട് അന്ന് ഈ ക്രിസ്മസ് സമയത്ത് എനിക്കൊന്ന് 2000-ലാണ് ഞാൻ 2000-ലാണ് നാട്ടിലേക്ക് വരുന്നത്. വന്ന ആ സമയത്ത് ആ സീസണിൽ 2000-ലെ ആ ക്രിസ്മസ് സീസണില് അവിടെയുള്ള പെന്തക്കോസ്തിലെ കുറെ സഹോദരന്മാർ ഇന്ന് കർത്താവിന്റെ വേലയിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരാണ് അന്ന് പലരും അവിടെ അന്ന് ആ കൂട്ടായ്മയിലുണ്ട്. അവിടുത്തെ കുറെ യൗവനക്കാർ, അത് എല്ലാ പെന്തക്കോസ്റ്റ് ഡിനോമിനേഷനിൽപ്പെട്ട
ഷാരോൺ, IPC, ചർച്ചക്കോട് ഇങ്ങനെയുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഇന്ന് സഹോദരന്മാരെല്ലാം കൂടി നടത്തിയ ഒരു കരോൾ പ്രോഗ്രാം. ആ കരോൾ പ്രോഗ്രാം ഇങ്ങനെ വീടുകളിൽ കയറി നമ്മുടെ സിയോൻ ഗീതാവിലെ ആത്മീയ ഗീതങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ച് ലേഖലേഖകളെ വിതരണം ചെയ്ത് ബൈബിളുകൾ കൊടുത്ത് വീട്ടിൽ രോഗികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ പോരുന്ന ഒരു പരിപാടി. സാധാരണ കരോള് പോലല്ലായിരുന്നു. അന്ന് എനിക്ക് വളരെ റിലേറ്റീവ് ആയിരിക്കുന്ന ഒരു സഹോദരൻ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഡ്രം അടിക്കാൻ ആളില്ല ബ്രദറിന്, അല്ലെങ്കിൽ സഹോദരൻ റജിക്ക് സമയം ഉണ്ടെങ്കിൽ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരുടെ കൂടെ ഈ കരോള് പ്രോഗ്രാമിന് ഡ്രം അടിക്കാൻ വേണ്ടി ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പാട്ടുകാരൻ അനിൽ അടൂര്, നിങ്ങൾക്ക് സുപരിചിതനാണ്. അദ്ദേഹം എന്റെ ആ സ്നേഹിതന്മാരോട് ബന്ധപ്പെട്ട് അവരൊക്കെ പഠിച്ച കിളിവേൽ സെൻസറിസ് കോളേജ് പഠിച്ചതാണ്. അനിൽ അടൂര് ആണ് ഇവരോട് ഏറ്റത്, ഞങ്ങൾ ഡ്രം അടിക്കാനും സൈഡ് ഡ്രം അടിക്കാനും അവർ വരാമെന്ന് പറഞ്ഞു. പക്ഷെ അനിൽ അടൂര് ആ സമയത്ത് വരാൻ പറ്റിയില്ല. കോളേജുമായിട്ട് ബന്ധപ്പെട്ടെന്തോ തിരക്കൊക്കെ ആയതുകൊണ്ട് ആ നിലയിൽ അവര് മുന്നോട്ട് പോയി. അന്നേരം അങ്ങനെ ഒരു നെറുക്ക് വീണ ഞങ്ങൾക്കാണ്. എന്നെയും എന്റെ സഹോദരന്മാരെ അങ്ങനെ ചിലരെ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ പോയി അത് സംബന്ധിച്ചു. ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവര് നല്ല ആത്മീയ ഗീതം പാടുന്നു, ആത്മീയരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ബന്ധമില്ല. ഞങ്ങൾ അവർ പാടുന്ന പാട്ട് ഏത് പാടിയാലും ഡ്രം അടിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ ഡ്രം അടിച്ചു കൊടുത്തു, സൈഡ് ഡ്രം അടിച്ചു കൊടുത്തു. ഒരു 3-4 ദിവസം ഒരു വല്ലാത്തൊരു ഒരു ആത്മീയ അനുഭവമായിരുന്നു ഉണ്ടായത്. എനിക്ക് തന്നെ എന്തൊക്കെ ഒരു മാറ്റം വരുന്നത് പോലെ ജീവിതത്തിൽ എനിക്ക് വലിയ തോന്നലുകൾ ഉണ്ടായി. ആ തോന്നലുകൾ അങ്ങനെ ഇന്ന സമയത്ത് സഹോദരന്മാർ പറഞ്ഞ ആ കരോള കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വെച്ച് പ്രാർത്ഥന നടത്തുന്നുണ്ട്, ഈ കരോളിന് പോയി എല്ലാവർക്കും ഒരു ചെറിയ ട്രീറ്റ് കൊടുക്കുന്നുണ്ട്, വരാൻ പറ്റുമെങ്കിൽ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവരൊരു പ്രാർത്ഥന ഗ്രൂപ്പിനകത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും അതിനകത്ത് ഞാനും ഇൻവോൾവ്മെന്റ് ആയി. അന്ന് അവര് ആത്മാവിൽ നിറഞ്ഞ്, ആ 2000 ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കും. എങ്ങനെ എന്റെ ഉള്ളിൽ തോന്നി, ഇവര് പറയുന്ന അന്യഭാഷ ഒന്ന് പറഞ്ഞാൽ കൊള്ളാന്ന്. അത് പറഞ്ഞ മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഓർത്തോണം, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, അങ്ങനൊന്നും യാതൊരു ആത്മീയ സ്വഭാവങ്ങളും എനിക്കില്ല. എനിക്കൊരു ആഗ്രഹം ഉള്ളിൽ തോന്നി, ഇവര് പറയുന്ന അന്യഭാഷ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ ഒരു പൂ മുട്ടിട്ടതുപോലെ, ഒരു ചെടിയുടെ പൂവിന് മുട്ടിട്ടതുപോലെ ഒരു ചെറിയ ചോദ്യം വന്നതേ ഉള്ളൂ. ആ ചോദ്യത്തിന് അടുത്ത നിമിഷം എന്റെ മേൽ ശക്തമേറിയ നിലയിൽ ആത്മാവിന്റെ പകർച്ച ഉണ്ടാകുകയായിരുന്നു. ഞാൻ ഇടും മടന്ന് അവര് പാടുന്ന പാട്ട് എനിക്കറിയില്ല. പക്ഷെ അവര് പാടുന്ന പാട്ട് എനിക്ക് അറിയാവുന്ന ഒരാളെ പോലെ ഞാൻ പാടാൻ തുടങ്ങി. അവരടിക്കുന്നതിനേക്കാൾ വേഗത ഞാൻ കൈയടിക്കാൻ തുടങ്ങി. അവര് പറയുന്നതിനേക്കാൾ മറ്റൊരു നിലയിൽ ഞാൻ അന്യഭാഷകൾ പറഞ്ഞു തുടങ്ങി. അതെന്റെ ജീവിതത്തിൽ ഭയങ്കര ചേഞ്ച് ആയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടലായിരുന്നു. അന്ന് മുതൽ എന്റെ ഉള്ളിൽ തന്നെ ഒരു മാനസാന്തരത്തിന്റെ ആ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരാൻ ഇടയായി. പിന്നെ ആഴമായിട്ട് ചിന്തിച്ചു, ആഴമായിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞു. പിന്നെ ആ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആത്മീയ കൂട്ടായ്മകൾ, ആത്മീയ സഹകരണം, ആത്മീയ ബന്ധം, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം. ഇതിനിടെ ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് എനിക്കൊന്ന് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്തുണ്ടായ വീടുമായി ബന്ധപ്പെട്ട ചില ട്രാജഡികൾ ഉണ്ടായി. അതൊരിക്കലും ഞങ്ങൾക്ക് വീട്ടിൽ താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ്. ഒരു മരണമൊന്നുമല്ല. എൻ്റെ പിതാവ് ഈ റബ്ബർ നേഴ്സറികളുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. റബ്ബർ ബഡ്ഡിങ്, റബ്ബർ നേഴ്സറി, കൃഷികളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ദൈവം കൊടുത്തെന്തോ ഒരു ഗിഫ്റ്റ് ഫാദറിന് ഉണ്ടായിരുന്നു. ആ നിലയിൽ ആ കാലത്ത് 2000 ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 97, 98 അല്ലെങ്കിൽ 95 ആ കാലത്തൊക്കെ റബ്ബറിന് നാട്ടിൽ ഭയങ്കര വിലയുള്ള സമയം, റബ്ബർ തൈകൾക്ക് വിലയുള്ള സമയം. ഞാൻ ഓർക്കുന്നത് 350 രൂപയ്ക്കൊക്കെ റബ്ബർ തൈ, ഒരു കൂടത്തൈ ഒക്കെ വിറ്റ കാലമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പിതാവ് ഒത്തിരി റിസ്ക് എടുത്ത് ഒരു ബാങ്കിൽ നിന്ന് പണം ലോൺ എടുത്ത് പിന്നെ വയലുകൾ പാട്ടത്തിന് വാങ്ങിയിട്ട് അതിനകത്ത് റബ്ബർ തൈ നട്ട് ഒരു റബ്ബർ നഴ്സറിക്ക് വേണ്ടി ഏക്കർ കണക്കിന് വയലുകൾ പാട്ടത്തിനെടുത്തിട്ട് അതിനകത്ത് പണകൂരി അതിനകത്ത് അല്ലെങ്കിൽ റബ്ബർ തൈ നട്ട് അതിങ്ങനെ വളർന്നു വന്ന് വഡ് കൂടത്തൈ ആക്കി കൊടുക്കുന്ന ഒരു റബ്ബർ നഴ്സറി സംവിധാനമായിരുന്നു അന്ന് പിതാവിനുണ്ടായിരുന്നത്. ആ സംവിധാനം അങ്ങനെ പിതാവ് ചെയ്ത് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഒരു പ്രോജക്റ്റ് പോലെയായിരുന്നു പിതാവ്. എനിക്കൊന്ന് അന്നത്തെ ആ ഒരു സംഭവം ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരുപക്ഷെ ആ വിജയത്തിനകത്ത് ഒരു 2 നില വീടും വെച്ച് ഒരു കാറും മേടിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ആ നിലയിലുള്ള ഒരു ഭയങ്കര
പരിപാടിയായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു, ഒരുപാട് പൈസ മുടക്കി, ലോൺ എടുത്തു. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ എൻ്റെ അമ്മ കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇന്നും കശുവണ്ടി ഫാക്ടറി തൊഴിലാളി ആയിരുന്നുകൊണ്ട് തന്നെ ഇപ്പൊ റിട്ടയർഡ് ആയിട്ടും അവിടുന്ന് പെൻഷൻ പറ്റിയിട്ടും പെൻഷന് കിട്ടുന്നുണ്ട്. അത് കശുവണ്ടി തൊഴിലാളിയുടെ പെൻഷനാണ് കിട്ടാറുള്ളത്. അവിടെ നിന്നൊക്കെ അമ്മ ലോൺ എടുത്തും മറ്റു നിലയിലും പണ്ടത്തെ അമ്മയ്ക്കൊക്കെ ഈ ഫ്രോഡം ഫണ്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതിനകത്തു നിന്നൊക്കെ ഇടയ്ക്ക് വെച്ച് പൈസ കട്ട് ചെയ്ത് മേടിച്ചും ഒക്കെ ആ കാര്യങ്ങൾ ഭയങ്കര വിശാലമായിട്ട് നടത്തി. 3 പെൺമക്കളാണ്. ഒരാളെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, 2 പേരെ വിവാഹം കഴിച്ചയക്കണം. ആ ഒരു നിലയിൽ അപ്പൻ ഭയങ്കര ആഗ്രഹത്തോടെ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര തിരിച്ചടിയായിപ്പോയി. ഞങ്ങൾ ആ റബ്ബർ തൈ നട്ട ഒരു വയൽ മുഴുവനും അത് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാള് വാങ്ങിയപ്പോ വാങ്ങുന്ന സമയത്ത് വിറ്റവര് പറഞ്ഞു, ഈ റബ്ബർ തൈ വണ്ടി ചെയ്ത് അത് അവനകത്ത് നിന്ന് പിഴുത് മാറ്റിയിട്ട് മാത്രമേ നിങ്ങൾക്ക് സ്ഥലം തരത്തുള്ളൂ. അങ്ങനെയാണ് ഒരു എഗ്രിമെന്റ് ചെയ്ത് സംഭവം അവര് ആ സ്ഥലം വിറ്റത്. പക്ഷെ വാങ്ങിച്ചവർക്ക് ഒരുപക്ഷെ അസൂയായിരിക്കാം, മനുഷ്യരല്ലേ, എന്തുമായിരിക്കട്ടെ, ആ നിലയിൽ അവർക്ക് വല്ലാത്ത അസൂയ തോന്നിയത് കൊണ്ടായിരിക്കാം അവര് ചില അതൊരു വട്ടി ചെയ്ത് കുറച്ചു നാൾ കഴിഞ്ഞാൽ അത് വെട്ടിയെടുത്ത് കൂടത്തായി വെക്കുന്ന ഒരു സമയം നമുക്ക് തരാതെ വട്ടി ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അത് അവിടുന്ന് പറിച്ചു മാറ്റണമെന്ന് അവർ പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചു. ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോയി. അപ്പൻ എല്ലാ നിലയിലുള്ള ചെറുത്തുനിൽപ്പുകൾ നടത്തിയിട്ട് നടന്നില്ല. കാരണം വാങ്ങിച്ചവര് മനസാക്ഷി ഇല്ലാത്തവരായിരുന്നു. അവർക്കെന്തോ ദുഷ്ട മനസ്സായിരുന്നു, അവർക്കെന്തോ ഞങ്ങളുടെ അസൂയായിരുന്നു. ഞങ്ങളുടെ ഒരു പക്ഷേ ഇതോടുകൂടി ഞങ്ങൾക്ക് ഒരു വലിയ വളർച്ച ഉണ്ടാകുമെന്നൊക്കെ കണ്ടുകൊണ്ടായിരിക്കും. അന്നത്തെ മനുഷ്യരാണ്, അത്രയും വലിയ നവോത്ഥാനം നവീകരണം ഒന്നും ഉണ്ടാകാത്ത മനുഷ്യർക്കകത്ത് അങ്ങനെ ഉണ്ടായ ദുഷ്ടഹൃദയത്തിന്റെ അകത്തുനിന്ന് ഉണ്ടായ ഒരു വലിയ സംഭവമായിരുന്നു അത് ഫാദറിനെ, അത് പിതാവിനെ വല്ലാതെ വേദനിപ്പിച്ചു. അത് പിതാവിനെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. വളരെ വിഷമത്തോടെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാന് ഞാനിവിടെ വന്നായിരുന്നു. എൻ്റെ സഹോദരിമാരും ഞാനും അമ്മയും ഒക്കെയാണ് ഞങ്ങള് ഒത്തിരി കഷ്ടപ്പെട്ട് രാപ്പകല് വ്യത്യാസമാണ്. എൻ്റെ പിതാവ് ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്, ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യൻ. പട്ടിണി കിടന്നിട്ടുണ്ടോ റജി പാസ്റ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നോ, ഞാൻ പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ ജനിച്ച സമയത്ത് അപ്പന്റെ ഭാഗത്തു നിന്നൊക്കെ കുറെ ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവില്ലായ്മ കാലത്ത്. അതിനുശേഷം ഞാൻ പട്ടിണി കിടന്നിട്ടില്ല. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ ഒരപ്പനായിരുന്നു. കാരണം ആ ഒരു കാലഘട്ടവും അങ്ങനെയായിരുന്നു. അങ്ങനെ പറഞ്ഞ അപ്പം കുടിക്കാറില്ല, വീടി വലിക്കാറില്ല, അങ്ങനെ പണം അങ്ങനെ കളയാറില്ല. എനിക്കൊന്ന് അപ്പം കുറെ കാലം രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. CPM-ആയിട്ട് ബന്ധപ്പെട്ട് ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ ആയിട്ട് ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നിലയിലൊക്കെ അങ്ങനെ കുറെ സാമ്പത്തികമായിട്ട് അങ്ങനെ ചെറിയ ചെറിയ ഇതൊന്നും, അല്ലാതെ കുടിയോ അല്ലാതെ മദ്യപാനമോ പുകവലിയോ ആ നിലയിൽ പൈസ നഷ്ടപ്പെടുത്തുന്ന ഒരാളല്ലായിരുന്നു. ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ അപ്പൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് മെലിഞ്ഞായിരിക്കുന്നത്. എൻ്റെ അപ്പനോട് കഴിഞ്ഞ ദിവസം ഷാജി പുളുവാസിന്റെ പപ്പ ചോദിച്ചു, എടാ എന്താണ് അപ്പച്ചൻ ഇത്രയും ക്ഷീണിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ്, അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. അപ്പന് പറമ്പും കുന്താലിയും തൂമ്പയൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. കഴിക്കേണ്ട സമയത്ത് ആഹാരം കഴിക്കത്തില്ല. ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല പപ്പ, ഇങ്ങനെ ഞാൻ പറഞ്ഞു. കാരണം ഇപ്പോഴും എനിക്കൊന്ന് 77 വയസ്സുണ്ട്, ഇപ്പോഴും പണിയെടുത്ത് തന്നെ ജീവിക്കുന്നത്. അത് മറ്റു പുറത്ത് പണിക്ക് പോകത്തില്ലെങ്കിൽ വീട്ടില് പറമ്പില് വാഴ നടുക, കപ്പ നടുക, അതൊക്കെ ഞങ്ങൾക്ക് മക്കൾക്കൊക്കെ തന്ന് ഇവിടെ പാസ്റ്റർമാർക്കൊക്കെ ഇഷ്ടം പോലെ കൊടുത്ത്, അങ്ങനെയാണ് അപ്പൻ്റെ ഒരു സ്വഭാവം. ആ ഒരു നിലയിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അന്നത്തെ കഷ്ടപ്പാടിനകത്ത് ഈ റബ്ബർ നഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടമാണ് വന്നത്. അവരൊരു രാത്രി വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നാളെ രാവിലെ മുതൽ മൊത്തം 2-3 ഏക്കറിനകത്തുള്ള മുഴുവൻ കിളിർത്തു വരുന്ന റബ്ബർ തൈ പറിച്ചു മാറ്റണമെന്ന് അവര് പറഞ്ഞു. ഭയങ്കരമായിട്ട് സമ്മർദ്ദം ചെലുത്തി. അപ്പൻ ചെറുത്തുനിൽപ്പിന്റെ ഏറ്റവും അവസാനത്തെ അടവും പയറ്റിയിട്ടും നടന്നില്ല. അവർ പറിച്ചു മാറ്റണമെന്ന് തീരുമാനമായി, ആകെ വിഷയമായി പറിച്ചു മാറ്റി. ഞാൻ ഓർക്കുന്നുണ്ട്, അപ്പൻ, ഞാനത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ ഒത്തിരി അധ്വാനമാണ്. അപ്പൊ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടുത്ത, ഞാൻ ചോറ് കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് ആ ചോറ് പോലും ഉച്ചയ്ക്ക് കഴിക്കാതെ അത് ആ പറമ്പിൽ നിന്നെല്ലാം അത് ഭയങ്കര, കാരണം ഒരു ഇടിത്തീ വീഴുന്നത് പോലെയായിരുന്നു, ഒരു വലിയ കൽമഴ വീഴുന്നത് പോലെയായിരുന്നു. ബാങ്കിൽ ലോണുണ്ട്, അമ്മയുടെ പ്രോഗ്രാം ഫണ്ട് വെട്ടിക്കുറച്ച് അതിൽ നിന്ന് പൈസ എടുത്തു. അതിനൊക്കെ കുറെ 2 പെൺമക്കൾ. ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അന്ന് അപ്പൻ ആത്മഹത്യ ചെയ്തില്ല എന്ന് പറയുന്നത്, എൻ്റെ അമ്മയോ ഞങ്ങളോ ആത്മഹത്യ ചെയ്തില്ലെന്ന് പറയുന്നത് മഹാദൈവത്തിന്റെ കരുണയാണ്.
ദൈവത്തിന്റെ സ്നേഹമല്ല ഞങ്ങൾക്ക് ഒരുപക്ഷെ അപ്പൻ ചിന്തിച്ചു കാണും, ഞങ്ങൾക്ക് അങ്ങനെ ആത്മഹത്യ എന്നൊരു ചിന്തയൊന്നും വരാനുള്ള ഒരു പ്രായമാകാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വലിയ ക്രൈസിസ്, ഈ ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ ഡെപ്ത് അറിയാത്തതുകൊണ്ടായിരിക്കാം ഞങ്ങള് സഹോദരങ്ങളൊന്നും ചിന്തിച്ചു. ഒരുപക്ഷെ അപ്പനും അമ്മയും അങ്ങനെ ചിന്തിച്ചു കാണും. ആ പ്രശ്നം ഞങ്ങളെ കൊണ്ടെത്തിച്ചത് പിന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് എന്നുള്ളത് വാസ്തവമാണ്. അതിനും ഞങ്ങളുടെ നാട്ടിൽ വലിയ സമ്പത്തുള്ളവരാക്കി മാറ്റുന്ന ഒരു വലിയ സോഴ്സ് ആയിരുന്നത്. അതിലൂടെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഉയർച്ച ഉണ്ടാകുമായിരുന്നു. ഇത് വാസ്തവമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പിതാക്കന്മാരെ കാലം മുതലുള്ള ശാപങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ആയിരിക്കാം അതിൻ്റെ അകത്തൊരു തീമഴ പെയ്തത്. അപ്പൻ കഷ്ടപ്പെട്ട് ഒരു കൂലിക്കാരനെ പോലും വിളിക്കാതെ അപ്പൻ ഒറ്റയ്ക്ക് ഒരു 3-4 ഏക്കറിനകത്ത് റബ്ബർ തൈ മുഴുവനും ഒറ്റയ്ക്ക് അപ്പനും അമ്മയും സഹോദരങ്ങളും ഞങ്ങളും എനിക്ക് അച്ചാച്ചന്റെ ജ്യേഷ്ഠനൊക്കെ വന്നവരെല്ലാം സഹായിച്ചു പോകുന്നു. എല്ലാം പിഴുതു മാറ്റി അവർക്ക് ആ സ്ഥലം ക്ലിയർ ചെയ്ത് കൊടുത്തു. അത് ഭയങ്കര ഞങ്ങളെ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചതാണ്. അത് പിന്നെ അപ്പനെ വല്ലാതെ മാനസികമായിട്ട് ഒത്തിരി അലട്ടി, സാമ്പത്തിക ബാധ്യതയൊക്കെ അപ്പനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അതോടുകൂടി അപ്പൻ മദ്യപാനി അല്ലായിരുന്നു, പുകവലിക്കത്തില്ലെന്ന്. പക്ഷെ പിന്നെ അമ്മയോട് വല്ലാത്ത എല്ലാ കാര്യത്തിനകത്തിലും വല്ലാത്ത പാപയും വല്ലാത്തൊരു പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ഞങ്ങളത് വലിയ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. എങ്കിൽ തന്നെ മക്കളെന്നല്ലേ വലിയ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. എങ്കിലും അത് അമ്മ സ്വകാര്യമായിട്ട് ആ പ്രതിസന്ധി നേരിട്ടു. അമ്മ സ്വകാര്യമായിട്ട് ആ പ്രശ്നങ്ങളെ നേരിട്ടു. അതൊരു വലിയ വാസ്തവമാണ്. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്താൻ എൻ്റെ അമ്മ സഹോദരി സമാജത്തിന്റെ മീറ്റിങ്ങിനകത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മ മറ്റൊരു പലയിടത്തും ഞങ്ങളുടെ മീറ്റിങ്ങിൽ സാക്ഷ്യങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഏനാത്ത് അച്ചൻകോവിലാറിന്റെ ഏനാത്ത് കല്ലടയാറിന്റെ ഏനാത്തും കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയായിട്ട് ജോയിന്റ് ആക്കുന്ന പാലമാണ് ഏനാത്ത് പാലം. പാലത്തിൽ നിന്ന് 2 വട്ടം അമ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി, പാലത്തിന് മുകളിൽ നിന്ന് ചാകാൻ വേണ്ടി അമ്മ അവിടെ പോയി നിന്നത് അമ്മയ്ക്കറിയാം. പക്ഷെ ആരോ അമ്മയുടെ തോളിൽ മതി യഹോവേ മതി, പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും ശ്രേഷ്ഠനല്ലെന്ന് പറഞ്ഞ് മരിക്കാൻ കൊതിച്ച ഏലിയാവിന്റെ അടുക്കൽ ഇലാപ്പുറത്ത് തട്ടിൽ കനലിൽ ചുട്ട അടയും തുരുത്തിയിൽ വെള്ളം കൊടുത്തതുപോലെ, തുരുത്തിയിൽ വെള്ളം കുടിച്ചിട്ടെങ്കിലും കനലിൽ ചുട്ട അട കഴിച്ചില്ലെങ്കിലും അമ്മ അവിടെ വെച്ച് ദൂതന്മാരുടെ പ്രത്യക്ഷത അനുഭവിച്ചു. അമ്മയെ ആരോ വന്ന് മരിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഏനാത്താറ്റിലേക്ക് ചാകാൻ വേണ്ടി പ്ലാൻ ചെയ്ത അമ്മയെ, കൈവരി ചവിട്ടി കയറാൻ പ്ലാൻ ചെയ്ത അമ്മയെ അതിനനുവദിക്കാതെ എല്ലാം അവസാനിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ച അമ്മയെ 2 വട്ടം ആത്മഹത്യക്ക് തുനിഞ്ഞ് എൻ്റെ അമ്മയെ അതിനനുവദിക്കാതെ, മരണത്തിന് വിട്ടുകൊടുക്കാതെ ആദർശനായ ആരോ, അതേ എൻ്റെ അമ്മയ്ക്ക് അറിയത്തുള്ളൂ, ആദർശനായ ആരോ കൈക്ക് പിടിച്ചിറക്കി ആ പാലത്തിൽ നിന്ന് വലിച്ച് പുറത്തു കൊണ്ടുവന്ന് വീട്ടിൽ പോകാൻ പറഞ്ഞത് അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. അന്ന് വീട്ടിൽ പോകാൻ പറഞ്ഞത് ആരെന്ന് എനിക്കറിയത്തില്ല. അന്ന് അമ്മയുടെ കൈക്ക് പിടിച്ച് വലിച്ചത് ആരെന്നറിയത്തില്ല. പക്ഷെ ഇന്ന് ഞാന് എൻ്റെ കർത്താവിനെ അത്രമാത്രം അനുഭവിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ആദർശനായ ദൈവമായിരുന്നു. മെസ്സപ്പൊത്തോമരിക്കും പിതാക്കന്മാരുടെ കൂട്ടത്തിൽ അബ്രഹാം തേജോമയനായ ദൈവം പ്രത്യക്ഷനായതുപോലെ അതിനകത്ത് പാലത്തിൽ വെച്ച് അത്ര വലിയ ആത്മീയ അല്ലാത്ത, അത്ര വലിയ വിശ്വാസി അല്ലാത്ത പെന്തക്കോസ്തിന്റെ വലിയ തീവ്രമായ അനുഭവങ്ങളൊന്നും പ്രാപിക്കാത്ത എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി. ആ ഒരു അനുഭവത്തിൽ നിന്നും എന്തോ ദൈവത്തിന് മഹാ കരുണയായിരിക്കാം, ഞങ്ങൾ മരണത്തിലേക്കൊന്നും പോകാതെ ദൈവം ഞങ്ങളെ അതിൽ നിന്ന് വിടുവിച്ചു. ആ പ്രശ്നങ്ങൾ ക്രമേണ കൊണ്ട് സോൾവ് ചെയ്തു. ഒത്തിരി സാമ്പത്തിക ബാധ്യതകൾ വന്നു. അതൊക്കെ അപ്പൻ കഷ്ടപ്പെട്ട് കുറെ പണം സമ്പാദിച്ചു. ആ നിലയിലും ഈ നിലയിലും എനിക്കൊന്ന് വസ്തുവോ അന്ന് അങ്ങനെ എന്തോ ചെറിയ വസ്തുവൊക്കെ ആയിട്ട് വിറ്റു. അതൊക്കെ സമാഹരിച്ച്, അങ്ങനെ കിട്ടിയ പണമൊക്കെ സമാഹരിച്ചു ബാങ്കിൽ പണം തിരിച്ചടച്ചു. അമ്മയ്ക്ക് കിട്ടേണ്ട കുറെ പണം കിട്ടി, അതൊക്കെ കൊണ്ടുവന്ന് ബാങ്കിൽ തിരിച്ചടച്ചു. അങ്ങനെയൊക്കെ ആ ഒരു വലിയ ക്രൈസിസിനകത്തും ഞങ്ങൾ പുറത്തു വന്നു. അതിനുശേഷമാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലേക്ക്, ക്രിസ്തുമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ വടക്കേന്ത്യയിൽ നിന്ന് വരികയും ഈ സഹോദരന്മാരായിട്ട് ബന്ധപ്പെട്ട് വടക്കേന്ത്യയിലായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ജീവിതത്തിനകത്തുണ്ടായ അനുഭവം ഒറ്റ വാക്കിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. വടക്കേന്ത്യയിലായിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ എനിക്ക് മധ്യപ്രദേശ് ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്ത്
പി ജി വർഗീസ് അങ്കിളിന്റെ സഭകൾ അവിടെ ഒരുപാടുണ്ട്. പി ജി വർഗീസ് അങ്കിളിന്റെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ആ ചർച്ചയിലെ ഒരു വിശ്വാസി, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒത്തിരി സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ചർച്ച നടന്ന മീറ്റിങ്ങിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അന്നത്തെ ക്രിസ്മസ് ദിവസങ്ങളൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. അവിടുത്തെ മർത്തോമപ്പള്ളി അവിടുന്ന് ഇൻഡോർ ടൗണിലേക്ക് പോകണം. ഞങ്ങൾ പിത്തമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായതുകൊണ്ട് അവിടെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാറുണ്ട്. പ്രാർത്ഥനയ്ക്കൊക്കെ പോവുകയും എനിക്ക് ഓർക്കുന്ന ഞാൻ അന്ന് ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ബേബിച്ചെന്നാണ്. എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം ഇപ്പോ ബേബിച്ചെന്നാണ്. അദ്ദേഹം പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്ന ഒരാളാണ്. പെന്തക്കോസ്ത് അനുഭവത്തിൽ വരുന്നവർക്ക് എല്ലാം ഒരു ആത്മാവിന്റെ ഇടപെടലുകളൊക്കെ ഉണ്ട്. അവർക്കൊരു പരിശുദ്ധാത്മാവിൽ സംസാരിക്കാൻ കഴിയും. എന്നോട് പേഴ്സണലായിട്ട് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നെ ബ്രദറായെന്നാ വിളിക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ ഒരു ബ്രാൻഡഡ് വേർഡാണ് ബ്രദർ. എന്നെ ബ്രദറായെന്നാണ്. ബ്രദറെ, നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വേർഡാ പറഞ്ഞു. പക്ഷെ ഞാൻ അതിനൊന്നും വലിയ മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു വേവിച്ചാൽ വേറെ പണി നോക്ക്, വേവിച്ചാന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ അടുത്തുള്ള കള്ള് ഷാപ്പിൽ പോയി കള്ള് മേടിച്ച് കുടിച്ച് ഞാനും കൂട്ടുകാരും വേവിച്ചാൻ്റെ ഒരു കോൺട്രാക്ട് ഒക്കെയാണ്. വേവിച്ചാൻ്റെ എമർജൻസി ആയിട്ടുള്ള ജോലിയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെ അവിടുന്ന് സ്കിപ്പായി പോയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വെച്ച്, വെൽഡറും ഫിറ്ററും ആയതുകൊണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് വലിയൊരു ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായി. മൊത്തം ഇരുമ്പ്, നിങ്ങൾക്കറിയാലോ പൈപ്പ് ലൈനുകളൊക്കെ ഇരുമ്പുകളാണ്. ഇരുമ്പുകൾ കൊണ്ടുള്ളതാണ് ബെസലുകളും വലിയ ടാങ്കുകളും ഒക്കെ. അതിന്റെ ഫിറ്റിങ്ങും വെൽഡിങ്ങും ഒക്കെ ആയിരുന്നു. അതിനകത്ത് വലിയൊരു സ്പാർക്കിംഗ് കേബിൾ ജോയിന്റ്, വലിയ ഹൈ വോൾട്ടേജ് ഉള്ള കേബിളുകളാണ് ഫാക്ടറിക്കകത്തുള്ളത്. അതെങ്ങനെ ലീക്കായി ഈ വെൽഡ് ചെയ്യുന്ന ഒരു പൈപ്പിലേക്ക് കറണ്ട് പാസ് ചെയ്യാനിടയിൽ. പാസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുക്കൽ എനിക്ക് ഹെൽപ്പറായിട്ട് നിൽക്കുന്ന സഹോദരൻ, അവനെ കറണ്ട് അടിച്ച് അവൻ തെറിച്ചു പോയി വീണു. ഞാൻ ഇന്നും ആലോചിക്കുന്നു, ഞാനാണ് അതിനകത്ത് ശരിക്കും വെൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നെ അത്രയും വലിയ കറണ്ട് അടിച്ചിട്ട് ഞാൻ ചത്തില്ല, ഞാൻ മരിച്ചില്ല എന്ന് പറയുന്ന ഒരു അത്ഭുതം എനിക്കിപ്പോഴാണ് അതിന്റെ ഗുഡൻസ് മനസ്സിലായത്. കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ വലിയൊരു മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അതിനുശേഷം നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരുമ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുന്നു. ആ ഒരു പെന്തക്കോസ്ത് 2000 കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഓർക്കുന്നു. എന്തിന് ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്താണ് ഞാനിന്ന് ശുശ്രൂഷിക്കുന്ന സഭ വെണ്ണിക്കുളത്ത് തുടങ്ങുന്നത്. അതായത് ഞാനിന്ന് ശുശ്രൂഷിക്കുന്ന സഭ വെണ്ണിക്കുളത്ത് ദൈവം അടിസ്ഥാനം ഇടുമ്പോൾ ആ സഭയിലെ ശുശ്രൂഷകനായിട്ട് കണ്ടുകൊണ്ടായിരിക്കും ദൈവം എന്നെ തന്നെ തെരഞ്ഞെടുത്തത് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ മുൻനിർണയവും ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. അതിനകത്ത് ആർക്കും ഒന്നും പറയാനില്ല. എന്നാൽ ആ മുന്നറിവ് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ഷാജി പാസ്റ്ററിന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നൽകിയ ദർശനപ്രകാരം വെണ്ണിക്കുളത്ത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടു കൂടി സഭയ്ക്ക് അടിസ്ഥാനം ഇടുന്ന സമയത്ത് ഞാന് അടൂര് രക്ഷിക്കപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ അല്ലറ ചില്ലറയൊക്കെ വീടുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഉള്ളിലുണ്ടായ മാനസാന്തരത്തിന് ഭയങ്കര ശക്തിയായിരുന്നു. അത് കർത്താവ് 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 എന്ന് പറഞ്ഞൊരു ചിന്തയിലേക്ക് വന്നു. ഞാൻ ഓർക്കുന്ന അന്ന് ഞങ്ങൾ അവിടെ പ്രവർത്തിച്ച ഒരു ടീം പ്രവർത്തനം ഉണ്ടാകുന്ന ആ ടീമിനകത്ത് ഇന്നും പലരും സുവിശേഷ വേലയാണ്. ഏനകത്ത് ടൗൺ IPCയിലെ പാസ്റ്റ് ബിജോ, ഇന്ന് ദുബായില് ആത്മീയ ശുശ്രൂഷയിലേക്ക് എറ്റേണൽ ലൈഫ് മിനിസ്ട്രിയുടെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ലിജോ, അതുപോലെ തന്നെ കേരള ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും സുപരിചിതമായിരിക്കുന്ന പല ഗാനങ്ങളും രചിച്ച പുതുശ്ശേരി ഭാഗം ചർച്ചക്കോട് ചർച്ചിലെ വിശ്വാസിയായിരിക്കുന്ന റെജി, അതുപോലെ തന്നെ കർത്താവിന്റെ വേലയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുകയും ആത്മീയമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുപാട് ശോഭിക്കുന്ന സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനമായിരുന്നത്. ആ പ്രവർത്തനം ബൈബിൾ ട്രാൻസ്ലേഷൻ രംഗത്ത് വടക്കേ ഇന്ത്യയിൽ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ബ്ലസ്സനെയൊക്കെ ഞാൻ ഇന്ന് ഒത്തിരി സ്മരിക്കുന്നു. കാരണം ബ്ലസ്സനൊക്കെ ആണ് എന്നോട് പറഞ്ഞത്, റെജി ബ്രദറെ രക്ഷിക്കപ്പെട്ട് സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുണ്ട്, ബൈബിൾ കോളേജിൽ പോയി പഠിക്കണമെന്ന് എന്നെ വല്ലാതെ പ്രഷർ ചെയ്ത് ബ്ലസ്സനാണ്. ബ്ലസ്സൻ ഇന്ന് ഇന്ത്യയിലെ വിവിധ ലാംഗ്വേജിലേക്ക് ബൈബിൾ ട്രാൻസ്ലേഷൻ രംഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേറ്റഡ് ആണ്. ആ നിലയിൽ ബ്ലസ്സൻ കുടുംബം കർത്താവിന്റെ വേല ചെയ്യുന്നു. അങ്ങനെ ഇവരൊക്കെ ഉള്ള ഇന്ന് കർത്താവിന്റെ വേലയിൽ അങ്ങനെ പ്രയോജനപ്പെടുന്നവരുള്ള ഒരു ടീം പ്രവർത്തനത്തിലാണ്
ഞാൻ ചെന്ന് ജോയിൻ ചെയ്തത്. ആ ജോയിൻ ചെയ്ത സമയത്ത് ആ വിളി, കർത്താവുമായിട്ടുള്ള ബന്ധം എന്റെ ഉള്ളിലേക്ക്, ആ വിളി ശക്തമായിട്ട് അങ്ങ് ഇറങ്ങി. ഞാൻ കാണുന്ന, രാത്രി കാണുന്ന ദർശനങ്ങൾ ഞാൻ ആയിരങ്ങളോട് പ്രസംഗിക്കുന്നതാണ്. ഞാൻ കാണുന്ന ദർശനങ്ങൾ ഞാൻ വലിയ ചർച്ചിൽ ശുശ്രൂഷിക്കുന്നതാണ്. ഞാൻ കാണുന്ന ദർശനങ്ങൾ, സ്വപ്നങ്ങളൊക്കെ അസാധാരണമായ പ്ലാറ്റ്ഫോമുകളാണ്. ഞാൻ പുതിയൊരാളാണ്. എനിക്ക് അത്രയും വലിയ ആൾക്കൂട്ടമുള്ള സഭകളുണ്ടെന്നോ ആളുണ്ടെന്നുള്ള ചർച്ചകളുണ്ടെന്നോ അങ്ങനെ വല്ലവരുടെ മുമ്പിൽ പ്രസംഗിക്കാൻ പറ്റുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പ്രസംഗിക്കാൻ പറ്റും, എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റും. അങ്ങനെ വല്ലാത്തൊരു വിളി എന്റെ അകത്തേക്ക് വന്നു. അപ്പോഴും പല പ്രതിസന്ധികളൊക്കെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. വീടുമായിട്ട് ബന്ധപ്പെട്ട്, ഞാടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു ഓർത്തഡോക്സ് ആയിട്ട് ജനിച്ചു വളർന്നൊരു ജീവിത ശൈലി അല്ല. എന്നിട്ടോ അടിയും പിടിയും ബഹളവും ഒക്കെ ഉള്ള ഒരു വല്ലാത്ത സാമൂഹിക അന്തരീക്ഷത്തിനകത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്നിട്ട് അടൂരാണ് സർക്കിൾ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് എൻ്റെ അപ്പന്റെ ചേട്ടന്മാരും അപ്പന്റെ സഹോദരിമാരുടെ ഭർത്താക്കന്മാരും ഒക്കെ അവരുടെ എനിക്കൊന്ന് തീവ്രമായ രാഷ്ട്രീയ സ്വഭാവവും അവരുടെ അന്നത്തുള്ള ആ ഒരു ജീവിത ശൈലിയും വല്ലാതെ അടിപിടി ഉണ്ടാക്കി നടക്കുന്ന സ്വഭാവം ആയതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഇടിവണ്ടി ഞങ്ങളുടെ നാട്ടിൽ കിടക്കുമായിരുന്നു. നാട്ടുകാർ അങ്ങനെയാണ് ഞങ്ങളുടെ നാടിനെ കണ്ടുവരുന്നത്, ഇടിവണ്ടി കിടക്കുന്നത്. അന്നേരം ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിനകത്ത് നമ്മൾ തലയിടാറുണ്ട്. അവസാനത്തെ എൻ്റെ ആ ഒരു ജീവിതത്തിന്റെ അകത്തെ അവസാനത്തെ ദിവസം ഭയങ്കര അടിയും അങ്ങനെ പ്രശ്നങ്ങളും വല്ലാതെ പറയാൻ കൊള്ളാത്ത നിലയിലുള്ള ജീവിത ശൈലിക്കകത്തുനിന്ന് പെട്ടെന്ന് കർത്താവിനെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ എന്റെ ജീവിതത്തിനകത്തെ അവസാനത്തെ ഇൻസിഡന്റ് ഞാൻ പറയാം. എന്റെ അപ്പന്റെ ജ്യേഷ്ഠനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പന്റെ ജ്യേഷ്ഠൻ പാവ ഒരു മനുഷ്യനാണ്, 83 വയസ്സുണ്ട്, എല്ലാവരുടെ സ്നേഹമാണ്, ആരോടും ഇച്ചിപ്പോ എന്ന് പറയുന്ന ഒരാളല്ല. അപ്പന്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളടുത്ത് ഇച്ചിരി കാര്യപ്രാപ്തിയൊക്കെ ഉള്ള, ആരെ കണ്ടാലും അടിച്ച് നിലത്തിടാൻ കടുത്തുള്ള ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഒന്നുമല്ലാത്ത ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ മനസ്സില്ലാത്ത പാവം എൻ്റെ അപ്പന്റെ ജ്യേഷ്ഠന്റെ അടുത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി. ആ പ്രശ്നം എന്നെ വല്ലാതെ പെട്ടെന്ന് അങ്ങ് അലട്ടി. കാരണം ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ അപ്പന്റെ ജ്യേഷ്ഠനുമായിട്ട് ഇങ്ങനെ വിഷയമൊക്കെ ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ, നമ്മളൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ വല്ലാത്തൊരു പഴയ മനുഷ്യന്റെ സ്വഭാവം എൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് ഉടലെടുത്തു. അങ്ങനെ അദ്ദേഹത്തിനടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്ന സമയത്ത് സാധാരണ എന്റെ ചോദ്യം, അല്ലെങ്കിൽ എന്റെ കൂടെ വന്ന എന്റെ റിലേറ്റീവ് ആയിട്ടുള്ളവരുടെ ചോദ്യമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടില് ഒരു ചെറിയ വിഷയം ഉണ്ടായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാൻ നിമിത്ത ഹർത്താൽ ഉണ്ടായതാണ്. അടുത്തുള്ള അടൂരും പന്തളത്തുനിന്നും 2 ബസ് പോലീസുകാര് ഞങ്ങളുടെ നാട്ടിൽ ഇറങ്ങുന്ന നിലയിൽ വലിയ പ്രശ്നത്തിന്റെ ഒരു കാരണഭൂതനായ മനുഷ്യനെ ഞാൻ. അന്നേരം അത്രയ്ക്കും ഈ പറഞ്ഞ ഇല്ലാത്തതിനൊക്കെ പോയി തലയിടുകയും ഏത് പ്രശ്നം ഒരു കൂസലുമില്ലാതെ കയറി തലയിടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ആ ഒരു ഇതില് നമുക്ക് തന്നെ നമ്മുടെ നാട്ടില് ഒരു വല്ലാത്ത ആരെ അടിക്കും, ആരെ കൊല്ലും, ആരെ മൈൻഡ് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ റിലേറ്റീവ് ആയിരിക്കുന്ന അപ്പന്റെ ജ്യേഷ്ഠന്റെ മക്കള്, എല്ലാ തടിമാടന്മാരും എല്ലാം ഗുണ്ടായുസും, അതിൽ ചിലര് കഞ്ചാവും, അതിൽ ചിലര് ഭയങ്കര മദ്യപാനികളുമാണ്. ആ ഒരു നിലയിൽ ഞങ്ങളുടെ നാടും എന്റെ ബന്ധുക്കളും മുഴുവനും പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭയങ്കര രജിസ്റ്റർ ചെയ്യപ്പെട്ട ആൾക്കാരാണ്. ഗുണ്ടാ ലിസ്റ്റുകളിൽ പോലും പേര് വന്നവരും ആ നിലയിലൊക്കെ ജീവിച്ച ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ പക്ഷെ എന്റെ വാദന്റെ ജ്യേഷ്ഠമായിട്ടുള്ള വിഷയത്തിന്റെ അകത്ത് ഞാൻ ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെയാണ് എന്റെ മേൽ എന്നെ തൊട്ട ദൈവത്തിന്റെ മഹത്വം ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കാൻ ചെല്ലുന്നത്, ശരിക്കും പറഞ്ഞാൽ ചോദിക്കാൻ ചെല്ലുന്ന രീതിയൊക്കെ വേറെ രീതി ആകേണ്ടതാണ്. പക്ഷെ എന്താണെന്നറിയത്തില്ല, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഭയങ്കര സൗമ്യനായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു. നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. ഞാൻ അങ്ങനെ ഇന്ന് സംസാരിക്കുന്ന കേട്ട എൻ്റെ റിലേറ്റീവ്, അപ്പൊ എൻ്റെ ഒരു അനിയന്റെ മോന്, അവന്റെ പേര് റജീന, എന്റെ ജ്യേഷ്ഠനാവൻ, അവനെന്നോട് ചോദിച്ചു, നീ എന്നാടാ ഉവ്വേ കാണിക്കുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു പോട്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയാലോ എന്റെ അകത്തുണ്ടായ മാറ്റമാണ് എന്നെ അതിലേക്ക് കൊണ്ടെത്തിച്ചത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ, നമ്മളൊക്കെ നാട്ടുകാരല്ലേ, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന്
അദ്ദേഹത്തെ ശാന്തനാക്കി. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു. എന്റെ കൂടെ അദ്ദേഹത്തെ തല്ലാൻ വന്നവര് പോലും ഇതിൽ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പിള്ളേരൊക്കെ പറഞ്ഞത് ശശി ആയതുപോലെ ആയിപ്പോയി. കാരണം ഞാൻ സോൾവ് ചെയ്ത് വിട്ടല്ലോ. എന്റെ കൂടെ വന്ന സഹോദരങ്ങൾ മൊത്തം ഇവനെ ഇപ്പൊ അടിച്ചു കൊന്ന് കാല് തല്ലി ഓടിക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. അവരാഞ്ഞു നിൽക്കുന്നത്. എന്റെ ഇടിയിൽ വിരിപ്പൂട്ട് കത്തി. എന്നിട്ട് ഈ ഒരു സ്റ്റൈലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ആ കത്തിയൊക്കെ അവിടെ വെറുതെ ഇരുന്നതേ ഉള്ളൂ. മാനസാന്തരം എന്ന് പറയുന്ന ഒരു സംഗതി, ദൈവം തൊടുക, പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടർ, ദൈവം കണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം, അത് അസാധാരണമാണ്. അതൊന്നും നമുക്ക് ആരോടും പറയാനും, ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞത് എങ്ങനെ നിങ്ങൾ എടുക്കുന്ന എനിക്കറിയത്തില്ല. ഞാൻ അവിടെ വെച്ച് ഐസ് പോലായി. എന്റെ ഇടിയിലിരിക്കുന്ന കത്തിയിലേക്ക് എന്റെ കൈ ഒന്നും ചെന്നില്ല. എന്റെ അടുത്ത് നിൽക്കുന്ന അടിയടാന്ന് പറഞ്ഞ അടിക്കും, ഇടിക്കടാന്ന് പറഞ്ഞ ഇടിക്കും, വെട്ടടാന്ന് പറഞ്ഞ വെട്ടുന്ന എന്റെ റിലേറ്റീവായ സഹോദരന്മാർ എന്റെ അടുത്ത് നിൽക്കുമ്പോൾ അവരോട് ഒരു ഹാർഷായിട്ടുള്ള ഒരു വാക്ക് പോലും പറയാൻ ദൈവം അനുവദിച്ചില്ല. കാരണം അത്രയ്ക്കും എന്നെ സോഫ്റ്റ് ആയിട്ട് ഇത്രയും എളിമയോടെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ആ വിഷയം സോൾവ് ആക്കി വിട്ടു. പക്ഷെ അന്ന് രാത്രി കിടന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. ഉറക്കം വരാതെ ശരിക്കും ഞാൻ വല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്റെ സഹോദരന്മാരോടൊക്കെ ഞാൻ ഇതുപോലെ അന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മനസ്സാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നു. പിന്നെ ഒരു ബാപ്റ്റിസ്റ്റ് സഭയുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സമയം, അതിന് ആ പ്രയർ ടീമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം, പിന്നെ ഇനിയും വടക്കേന്ത്യയിലേക്ക് പോകുന്നില്ലെന്ന് അപ്പനും അമ്മയെ അറിയാതെ, ആരും അറിയാതൊരു രഹസ്യമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ തീരുമാനമെടുത്തു. ഇപ്പോൾ അടുത്ത് തന്നെ ഉള്ളൊരു വർക്ക്ഷോപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉപജീവനമാണല്ലോ, എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അടുത്ത് ബന്ധപ്പെട്ട് ഒരു വർക്ക്ഷോപ്പിൽ കുറെ നാൾ ജോലി ചെയ്തു. ആ ജോലി ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത്, ജോലി ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ശക്തമേറിയ ആഴമേറിയ ദൈവത്തിന്റെ ഇടപെടലുകളൊക്കെ ഉണ്ടായത്. ആ സമയങ്ങളിൽ ഞങ്ങളുടെ ടീമുകാർ അടൂര് നടത്തിയ ചില കൺവെൻഷനുകൾ, വലിയ മെഗാ ക്രൂസൈഡുകൾ, അതൊക്കെ ഞാൻ ഓർക്കുന്നു. മനോമേനനെ പോലെ, സുരേഷ് ബാബുനെ പോലുള്ള കർത്തുദാസന്മാരെ അടൂര് കൊണ്ടുവന്ന് വലിയ മീറ്റിങ്ങുകൾ നടത്തിയ ഞാൻ ഓർക്കുന്നുണ്ട്. പോട്ടങ്കയെ പോലുള്ള കർത്തുദാസന്മാരെ അടൂര് കൊണ്ടുവന്ന് വലിയ മീറ്റിങ്ങുകൾ നടത്തി. ഞങ്ങൾ ടീമുകാർ മീറ്റിംഗ് നടത്തി. അവരുടെ അന്നത്തെ ദൈവദാസന്മാരുടെ കൈവപ്പ്, അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് കർത്തുദാസന്മാർ ടീമിലെ അംഗങ്ങളെ എല്ലാം വിളിച്ചിരുത്തി പ്രാർത്ഥിച്ച് തലയിൽ കൈവച്ച് അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ചത്. നിങ്ങളെല്ലാം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ശോഭിക്കട്ടെ എന്ന് അവര് ആത്മാർത്ഥമായി അനുഗ്രഹിച്ചത് വല്ലാതെ എന്റെ ഉള്ളിലേക്ക് അതങ്ങ് ഇറങ്ങി. പിന്നെ ഞാൻ എന്റെ സഹോദരന്മാരോട്, അന്ന് വീട്ടിലൊന്നും അന്ന് പറയാനുള്ള സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ട് എന്റെ സഹോദരന്മാരോട് ഞാനത് പറഞ്ഞ് ബൈബിൾ കോളേജ് പഠിക്കണം, അങ്ങനെ സ്കൂളിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ ക്രമേണ കൊണ്ട് അതിന്റെ ഇടപെടലുകളിലൂടെ അന്ന് അടൂരുമായി ബന്ധപ്പെട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആത്മീയ കാര്യത്തിനകത്ത് എന്റെ എരിവും എന്റെ താല്പര്യവും, ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ജോലി 6 മണി കഴിഞ്ഞ ഉടനെ അവസാനിപ്പിച്ച് പെട്ടെന്ന് വീട്ടിൽ വന്ന് കുളിച്ചൊരുങ്ങി പ്രാർത്ഥനകളുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു വല്ലാത്ത എരിവുള്ളൊരു അനുഭവം എന്റെ അപ്പൻ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്റെ മാറ്റം. കാരണം അപ്പന് ഭയങ്കര വിഷമമാണ്. കാരണം ഒറ്റ മോനേ ഉള്ളൂ. ഞങ്ങൾ ഇനിയിപ്പോ വയസ്സാകാലത്ത് പോരുന്നു, അല്ലെങ്കിൽ അവനും കൂടി കഷ്ടപ്പെട്ട് വേണം എന്നെ ഒന്ന് കൈത്താങ്ങാൻ എന്നൊക്കെ ഒരു അപ്പന്റെ ഒരു ഉള്ളിലെ ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആഗ്രഹം ഉണ്ടാകും. ആ ഒരു ആഗ്രഹം അപ്പന്റെ അകത്തുണ്ട്, അമ്മയുടെ അകത്തുണ്ട്. പെങ്ങന്മാർ 2 പേരുണ്ട്. ഒരാളെ രണ്ടാമത്തെ ആളെ വിവാഹം കഴിഞ്ഞു, പിന്നെ ഇളയാളുണ്ട്. ആ ഒരു നിലയിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. ഞാനും എന്റെ ഉള്ളിൽ ഇങ്ങനെ സുവിശേഷ വേല ചെയ്യണം, ഇനി മുന്നോട്ട് ജോലി എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് ഞാൻ പോകുന്നേ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അത് വീട്ടിൽ പറഞ്ഞു. അത് പലരുമായിട്ട് ഇങ്ങനെ പങ്കുവെച്ചു. അവിടെ മുതൽ എന്റെ ഫാദർ, അച്ചാച്ചനെ അവിടെ മുതൽ എന്നോട് വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് വീണ്ടും തലപൊക്കാനിടയായി. ആ തലപൊക്കുന്ന ഞാൻ സുവിശേഷ വേല, കാരണം നമുക്കറിയാം 2000-ന് മുമ്പുള്ള നാട്ടിലുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ഉപദേശിമാരെയൊക്കെ എന്റെ ഫാദർ കണ്ടിട്ടുണ്ട്. വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവര്, വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവര്, അന്നും ഇന്നും ഉപദേശിയായിട്ട് ബൈബിളുമായിട്ട് ഒരു വെള്ളയുടുപ്പിട്ട് കറുത്ത ബൈബിൾ പിടിച്ച് നടക്കുന്ന ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങളൊന്നും ഇല്ലാത്ത ഉപദേശിമാര്, അങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പം കണ്ടിട്ടുള്ളത്. അതൊരു സാധാരണ വലിയ ഒത്തിരി രാജ്യങ്ങളൊന്നും പോകാത്ത ഒരുപക്ഷെ ഒരു ചെറിയ ജീവിത നയിക്കുന്ന ഒരാൾ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. ആ കാഴ്ചക്കകത്ത് ഞാനോ അങ്ങോട്ട് ചെന്ന് തല വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന അപ്പനും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ 2, അപ്പന്റെ കൈത്താങ്ങായിട്ടാണ് നമ്മളെ കാണുന്നത്. തലമുറയല്ല, അപ്പന്റെ കൈത്താങ്ങായിട്ടാണ് കാണുന്നത്. മാക്സിമം നല്ല ജോബുണ്ട്,
നല്ല ഏത് രാജ്യത്ത് പോലും നല്ല ജോലി കിട്ടും, നല്ലൊരു വെൽഡറാണ്, അത് എക്സ്ട്രാ വെൽഡറാണ്, ഫിറ്ററാണ് എന്നൊക്കെ പറയുന്ന നല്ല ജോലി കിട്ടും. ആ ഒരു സമയമാണ്. അത് മാത്രമല്ല, ആ സമയത്ത് തന്നെ എൻ്റെ കസിൻ ബ്രദേഴ്സ് ഉണ്ട്, ചിലരുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പിന്നെ പല രാജ്യങ്ങളും, സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടേക്ക് പോകാൻ വേണ്ടി പല ടെസ്റ്റുകളും ഞങ്ങൾ അടിച്ച് പലരും പാസ്സായി. ഇതൊക്കെ ഞാൻ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. അന്നേരം ഞാനിത് പറയുന്നില്ല, കാരണം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി ആ കാലത്ത് റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്കൊക്കെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന കാലമാണ്. കാരണം ബിൽഡറും ഫിറ്ററും എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇതുണ്ട്, വീട്ടിൽ പറയാൻ പറ്റത്തില്ല. അത് അവരും ഓൾറെഡി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ രീതിയിൽ. പക്ഷെ എന്റെ ഒരു രൂപാന്തരം, എന്റെ മാറ്റം, എന്റെ കാരണം ഇനി കട്ടിക്കടിച്ചാൽ മാറാത്ത ഒരു തീരുമാനം അപ്പനെ വല്ലാതെ അലട്ടി. എല്ലാ ദിവസവും വൈകിട്ട് അപ്പൻ ജോലിക്ക് പോകും, ഞാനും ജോലിക്ക് പോകും. അപ്പൻ ജോലിക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനവിടെ ഇല്ലാത്തതിന്റെ കാര്യം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ എന്ന് ചോദിച്ചാൽ അമ്മ പറയും അവൻ പ്രാർത്ഥനയ്ക്ക് പോയി. അത് അപ്പന് ഭയങ്കര അസ്വസ്ഥതയാണ്. സാധാരണ അപ്പന്മാർക്ക് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ആത്മീയമായിട്ട് ജീവിക്കുന്ന, മാന്യമായിട്ട് ജീവിക്കുന്ന അപ്പന്മാർക്ക് ഒരു ചെറിയ ആശ്വാസമൊക്കെയാണ്. പക്ഷെ തിരിച്ചായിരുന്നു അപ്പന് അങ്ങനെ ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്ന പ്രശ്നമില്ല, പക്ഷെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും, വീട്ടിൽ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പറയാൻ അവിടെ ഇല്ല. എപ്പോഴും പ്രാർത്ഥനയ്ക്ക് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നടക്കുക, ഇങ്ങനെ നടക്കുക. പക്ഷെ അടുത്ത രഹസ്യമായിട്ടുള്ള അപ്പനുമായിട്ട് ബന്ധപ്പെട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതും അമ്മയ്ക്കും അപ്പനും മാത്രം അറിയാവുന്ന ഒരു സീക്രട്ടാണ്. അത് അമ്മ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന നടക്കുക. അന്നേരം വൈകിട്ട് അപ്പൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എന്തോ സാധനം മേടിക്കാൻ എന്നെ വിടണം. ഇനിയിപ്പോ ഞാൻ പോകുന്നതിന് അവനുണ്ടല്ലോ, അവനെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് പോയെന്ന് പറഞ്ഞു. പിന്നെ അവൻ പ്രാർത്ഥനയ്ക്ക് പോകും, അവനിപ്പോ എന്താ ഇത് നടക്കുവാണെന്ന് പറഞ്ഞ് കൊള്ളാത്ത കുറെ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു. ഭയങ്കര ദേഷ്യപ്പെട്ടു. ചെറിയൊരു വീടാണ്, ചെറിയ വീട്, 2 മുറിയും ഒരു ചെറിയ പണ്ടത്തെ, എനിക്ക് തോന്നുന്നു എന്റെ വീടിന് ഇത് പണം സമ്പാദിക്കാൻ വേണ്ടി പറയല, അനുഭവം പറയാണ്. എന്റെ വീടിന് ഇന്നും കരമടയ്ക്കണ്ട. അത് നിങ്ങൾക്ക് അറിയാമോ? മൺകട്ട കൊണ്ടുണ്ടാക്കി സിമെന്റ് തേച്ചൊരു വീടായിരുന്നു. കരമടയ്ക്കേണ്ടാത്ത വീടാണ് ഞങ്ങൾ അടൂര് താമസിക്കുന്നത്. ഞാനിപ്പോ താമസിക്കുന്ന വാടകയ്ക്കാണ്, ഇവിടെ വെട്ടിക്കുളത്ത്. അടൂര് ഞങ്ങളുടെ വീടിന് കരമടയ്ക്കേണ്ട. കാരണം ഇത്ര വർഷം പഴക്കമുള്ള വീടുകൾക്ക് പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്ന കരമടയ്ക്കേണ്ട. ഇത്രയും പഴക്കമുള്ള വീടുകൾ നിലനിർത്താൻ പാടില്ലെന്ന് പഞ്ചായത്ത് നമുക്ക് നോട്ടീസ് വരെ തന്നിട്ടുള്ളേ. നോട്ടീസ് തന്നിട്ട് ഞങ്ങൾ കൃപയാല് അച്ചാച്ചനും അമ്മയും അവിടെ താമസിക്കുന്നു. ദൈവം നിർത്തിയിരിക്കുന്നു, ദൈവത്തിന് നന്ദി. അങ്ങനെ ഒരു വീടാണ്. അന്നേരം ഒരു തിണ്ണയുണ്ടായിരുന്നു, പണ്ടത്തെ തിണ്ണ. അത് കെട്ടി അടച്ചൊരു ചെറിയ ഹോള് പോലെ ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. ആ ഹോള് മുറി അപ്പൊ തള്ളി തുറന്ന് വീടിനകത്തേക്ക് കയറി, ദേഷ്യപ്പെട്ട് കയറി. എന്നിട്ട് സാധാരണ എനിക്ക് ഞാനിങ്ങനെ പിന്നെ പ്രാർത്ഥനശീലമൊക്കെ, അപ്പൊ എന്റെ മുറിക്കകത്ത് പിന്നെ ആരും അങ്ങനെ പ്രവേശിക്കാറില്ല. ഒരു മുറി, അങ്ങനെ മുറിയേ ഉള്ളൂ. അപ്പനൊക്കെ തിണ്ണെ കിടക്കുന്നു, ഞാൻ ആ മുറി കിടക്കുന്നു, പെങ്ങള് ഏറ്റവും ഇളയ പെങ്ങളുണ്ട്, അവളപ്പുറത്ത് മുറി കിടക്കുന്നു. അങ്ങനെയൊക്കെ ചെറിയൊരു ഇതാണ്. അതിനകത്ത് അങ്ങനെ നമുക്ക് വലിയ സ്വകാര്യമായിട്ട് അല്ലെങ്കിൽ പ്രൈവസി അങ്ങനെയൊന്നും പറയാനില്ല, ചെറിയൊരു സെറ്റപ്പ്. അപ്പനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഞാൻ പറയുന്നത്, അപ്പനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പനോട് ദേഷ്യപ്പെട്ട് ഹോളെന്നൊക്കെ പറയാൻ പറ്റുന്ന ചെറിയ തിണ്ണമുറി, ആ വീടിന്റെ തിണ്ണ ഭാഗത്തേക്ക് അവിടുത്തെ വാതിൽ തള്ളി തുറന്ന് ദേഷ്യപ്പെട്ട് അത് പിടിച്ചടച്ച്, അപ്പം മദ്യപാനിയൊന്നും അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനാണ്. അകത്തേക്ക് കയറിപ്പോയി. ഞാനിങ്ങനെ അന്ന് വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ചുമ്മാതെ ഞാൻ എന്റെ മുറി ചാരി ഇട്ടു. രാത്രി മൊത്തം പ്രാർത്ഥനയൊക്കെ, ഞാനെപ്പോഴും പ്രാർത്ഥന. എനിക്ക് അന്ന് മുതൽ ദൈവത്തിന് മഹാകരുണയാല്, കാരണം ഞാൻ പൊട്ടനാണ്. ഈ സുവിശേഷ വേല എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ജാതി സാധനമാണ്. എന്റെ കർത്താവെ, കൃപയില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ ശീലമാക്കി. പക്ഷെ അന്ന് മുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു വരമോ, പ്രാർത്ഥിക്കാനുള്ള എന്തോ ഒന്ന് എന്റെ അകത്ത് കിടപ്പുണ്ടെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. പ്രാർത്ഥിക്കാനുള്ള ഞങ്ങളുടെ വീട്ടിൽ മോള് കഴിഞ്ഞ ദിവസം അവളുടെ വന്ന് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടു. എന്നിട്ട് ഞാനിവിടെ പ്രാർത്ഥിക്കേണ്ട വൈഫിനോട് ചോദിച്ചു, പാസ്റ്ററുകളോ 5-6 മണിക്കൂറായാലും പ്രാർത്ഥിക്കുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു 5-6 മണിക്കൂറോ, മാസങ്ങൾ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറുണ്ട്, ഒരു ദിവസവും കയറി പ്രാർത്ഥിച്ചോളെ എന്ന് പറഞ്ഞു. അതൊരു ദൈവത്തിന്റെ കരുണ. ഞാൻ പ്രാർത്ഥിച്ചാലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. കാരണം നമുക്ക് പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മളിലെ കാറ്റുപോയ ബലൂനാണ് നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പ്രാർത്ഥനശീലം അന്ന് മുതലുള്ളത് കൊണ്ട് ഞാൻ ആ മുറി പോകുന്ന സമയത്ത് ചുമ്മാതെ ആരിയതാണ്. പക്ഷെ അപ്പം ദേഷ്യപ്പെട്ട് വല്ലാതെ എന്തോ തെറിയൊക്കെ പറഞ്ഞ അത്ര ഭയങ്കര ദേഷ്യമാണ്. പിന്നെ സാധാരണക്കാരല്ലേ, നമ്മുടെ നാടൻ ഒരു ചെറിയ നാട്ടിൻ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ വായിന്ന് വരുന്നതൊക്കെ നമ്മൾ പറഞ്ഞ എൻ്റെ അപ്പം ഉപദേശമൊന്നുമല്ല. വരുന്നതൊക്കെ അങ്ങേയറ്റത്തെ പൊളിച്ച കാര്യങ്ങൾ.
അപ്പം പറയാത്ത ഒന്നുമില്ലോ എന്തൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഒരു 6-6:30 മണിക്ക് 7 മണി 6:30 മണിക്ക് ഭയങ്കര ബഹളം ഉണ്ടാക്കി ദേഷ്യപ്പെട്ട് അവന്റെ മുറി അടച്ചിട്ടേക്കെന്ന് പറഞ്ഞ അപ്പൻ മുറി തള്ളി തുറക്കുകയും ആ അപ്പനെ മുറിക്കകത്തുനിന്നൊരു ദൂതൻ ആടിച്ചെടുത്ത് പുറത്തിട്ട്. അമ്മ നോക്കുമ്പോ മുറിക്കകത്തേക്ക് കയറി, അപ്പം മുറിക്കകത്തില്ല. മുറിക്കകത്തുനിന്ന് അപ്പൻ തുറിച്ച് പുറത്തേക്കുള്ള തിണ്ണമുറിക്കകത്ത് വന്നിട്ട് ആ കതവിന്റെ മറവിൽ അപ്പം കയറി ഒളിച്ചു. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അമ്മ വന്ന് നോക്കുമ്പോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കതവിന് കയറി മറഞ്ഞിരിക്കുന്നത്. എന്റെ വ്യക്തിപരമായ സ്വകാര്യമായിട്ടുള്ള ഒരു ഞാൻ അങ്ങനെ വൈഫിനോടോ അങ്ങനെ ഞങ്ങൾ ഇന്റിമേറ്റ് ഉണ്ട്. പക്ഷെ ഷായിബാസ് അങ്ങനെയൊക്കെയുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം പറഞ്ഞൊരു സാക്ഷ്യമാണ്. എന്നിട്ട് അമ്മ അപ്പം കയറി വിളിച്ചു, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. അന്നേരം അമ്മ ഇങ്ങനെ, അമ്മയ്ക്കൊരു ആത്മീയ ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അമ്മ ഇങ്ങനെ ആ മുറിക്കകത്തേക്ക് നോക്കുമ്പോ നമ്മൾ കണ്ടില്ലേ, ഇല്ലേ, നമ്മൾ പറയാറുണ്ട് മോശെ പർവ്വതത്തിൽ നിർത്തിയിട്ട് ദൈവത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് പോകുന്നൊക്കെ തിയോളജിമാർ പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ കേട്ടോ, ലൈറ്റ് ഒക്കെ പിൻവലിയുന്ന കണ്ടിട്ടുണ്ടോ? അമ്മ നോക്കുമ്പോ ആ മുറിക്കകത്തുന്നൊരു ലൈറ്റ്, ഭയങ്കര പ്രകാശം ഇങ്ങനെ പിൻവലിഞ്ഞു പോകുന്നു. അമ്മയകത്ത് മുമ്പ് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ പുറകോട്ടങ്ങ് പിൻവലിഞ്ഞു പോയി. മുറിക്കകത്തെ ലൈറ്റോ അന്ന് ഞങ്ങൾക്ക് കറണ്ടില്ല. അന്ന് കറണ്ടില്ലാത്ത സമയം മുറിക്ക് ഇങ്ങനെ ഉൾവലിഞ്ഞു ലൈറ്റ് ഇങ്ങനെ ഉൾവലിഞ്ഞൊന്ന് പോയി. അമ്മ അത് കണ്ട് അത്ഭുതപ്പെട്ടു. നോക്കി, അപ്പൻ ഇങ്ങനെ കതകിന്റെ അടി മറഞ്ഞിരിക്കുക, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന്. അന്നേരം അകത്തപ്പം കണ്ട കാഴ്ച ഭയങ്കരമാണ്. എന്റെ അപ്പുറത്തെ അപ്പം പൗലോസാകണ്ടേ, പക്ഷെ എന്തോ അപ്പന്റെ നിർവാഹം കൊണ്ട് വിളിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും പൗലോസാകാത്തത്. അത്രയ്ക്ക് ഒരു കാഴ്ച അപ്പം കണ്ടു. അത് പിന്നെ അമ്മയാണ് ഇതുപോലെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ അമ്മ ഇങ്ങനെ പറയുന്ന സമയത്ത് അമ്മ ഞങ്ങൾ എടുത്ത് പറഞ്ഞത്. അപ്പൊ പിന്നെ പറഞ്ഞില്ല, കാരണം അവര് തമ്മിലുള്ള രഹസ്യമായതുകൊണ്ട്. പിന്നെ നമ്മുടെ അമ്മമാർക്കൊക്കെ ഒരു ഗുണമുണ്ടല്ലോ, അപ്പന്റെ എത്ര വലിയ വീഴ്ചയാണ് മക്കളോടൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും പറയാറില്ല. പിന്നെ ഇത് എൻകൗണ്ടർ എന്നൊക്കെ പറയാനുള്ള പരിജ്ഞാനം ഒന്നും എൻ്റെ അമ്മയ്ക്കില്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കശുവണ്ടി പാർട്ടി തൊഴിലാളി, ഒരു സാധാരണക്കാരി, എൻകൗണ്ടർ എന്നൊക്കെ പറയാം ദൈവത്തിന്റെ പ്രത്യക്ഷത, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡെമസ്കോസിൽ വെച്ചുള്ള പ്രത്യക്ഷത എന്നൊക്കെ പറയാൻ തക്കവണ്ണം ആത്മീയ പരിജ്ഞാനത്തിലേക്കൊന്നും വരാത്തൊരു കാലമാണ് എന്നുകൂടെ നിങ്ങൾ ഓർക്കണം. അമ്മ ഇത് ഉള്ളിൽ ഒളിപ്പിച്ചു, അപ്പനെ ഉള്ളിൽ ഒളിപ്പിച്ചു. പക്ഷെ അപ്പന് മനസ്സിലായി എന്തോ ഇവന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് അപ്പന് മനസ്സിലായി. അവിടെ കൊണ്ട് അത് ആ ഒരു സംഭവം ഉണ്ടായി. നെക്സ്റ്റ് ആ ആഴ്ച തന്നെ ഞാനിങ്ങനെ വളരെ ആഗ്രഹത്തോടെ സുവിശേഷ വേലയ്ക്ക് കൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹിച്ച് പറഞ്ഞ് ബൈക്കോളേജിൽ പോകണമെന്നൊക്കെ ഉള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ ആഗ്രഹം പിന്നെ ഒരു ബൈക്കോളേജിലേക്ക്, ഞാൻ ബൈക്കോളേജ് സെലക്ട് ചെയ്യുന്നത് തന്നെ ഞാൻ അതിനുശേഷം ഞങ്ങള് അതിന് മണക്കാല FTS ഉണ്ടായിരുന്നു. അങ്ങനെ ബൈക്കോളേജുകൾ നമ്മുടെ അടുത്ത് ഒത്തിരി ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് പഠിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എനിക്കില്ലാത്തതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ 10ാം ക്ലാസ് ജയിക്കണം. ഞാൻ അങ്ങനെ ഉള്ള ജയിച്ച ഒരാളല്ല. അതുകൊണ്ട് തന്നെ ജയിച്ച ഒരാളല്ല. പക്ഷെ വേദപുസ്തകത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു വചനം പറയുന്നുണ്ട്, ദൈവമക്കളെ ജ്ഞാനിയെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷത്വമുള്ളതിനെ തെരഞ്ഞെടുക്കുന്നു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കേണ്ട ബലഹീനമായതിനെ തെരഞ്ഞെടുത്തത്, കുലമുള്ളതിനെ ലജ്ജിപ്പിക്കേണ്ട ദൈവം കുലഹീനവും നികിഷ്ടവും ഏതുമില്ലാത്തതിനെ തെരഞ്ഞെടുത്തു. ആ കൊരിന്ത്യർ ലേഖനത്തിലെ വചനം എന്നെ വല്ലാതെ സ്വാധീനിച്ച വചനമാണ്. ഞാൻ അതേ കയറി പിടിച്ചു. അതിന്റെ അർത്ഥം എന്റെ ജ്ഞാനമൊന്നും ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ പഠിക്കാൻ പറ്റുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ ഒരു ആത്മീയ നിലവാരം നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുമല്ലോ. ഒരു ശുശ്രൂഷ എന്താണെന്നും ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണമെന്നുള്ള ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് എന്റെ സ്നേഹിതന്മാർ കൂടി എനിക്ക് പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പാസ്റ്റർ ലിജോ, കർത്താവിന്റെ വേലയിൽ നിന്ന് ബ്ലസ്സൻ, അങ്ങനെയുള്ള കർത്തൃദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട പാട്ട് എഴുത്തുകാരനായിരിക്കുന്ന റജി, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും കാൽവറി സ്നേഹം എന്ന പാട്ടൊക്കെ എഴുതിയ റജി, നിങ്ങളുടെ സഹോദരന്മാരൊക്കെ പറഞ്ഞ അനുസരിച്ച് ഞാൻ അവരുടെ വല്ലാത്ത പ്രഷർ എനിക്കുണ്ടാകും. ആ പ്രഷർ കൊണ്ട് ഞാൻ അങ്ങനെ ദൈവവചനം പഠിക്കാൻ വേണ്ടി ഞാൻ പിന്നെ ബൈക്കോളേജിലേക്ക് പോവാം. അന്നേരം അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം, നാട്ടിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ നാട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ഒരു താല്പര്യം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചു. എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ അനിയൻ ഒരു സുവിശേഷ വേലക്കാരനായതുകൊണ്ട് അദ്ദേഹം ബന്ധപ്പെട്ട് നിന്ന സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ബൈക്കോളേജ് തൃശ്ശൂര് അനുഗ്രഹിക്കുന്ന കർത്തദാസൻ ദാനിയേൽ സാറിന്റെ ബൈക്കോളേജ് ഉണ്ട്, വോയിസ് ഓഫ് ഗോസ്പൽ എന്ന് പറഞ്ഞ ചർച്ച്. ആ ചർച്ചിന്റെ ബൈക്കോളേജിൽ പഠിക്കാൻ അവിടേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അടൂരിൽ നിന്ന്
തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് ദൂരമായതുകൊണ്ട് എന്തായാലും തൃശ്ശൂർ നിന്ന് പെട്ടെന്ന് ഓടിയൊന്നും വരത്തില്ലല്ലോ, അവിടെ തന്നെ നിൽക്കാം, ഇവിടുന്ന് ആരും അങ്ങോട്ടും വരത്തില്ലല്ലോ എന്നൊക്കെ ഒരു ചെറിയൊരു ഒരു ഒളിച്ചോട്ടം പോലെ ഞാൻ തെരഞ്ഞെടുത്തു. അങ്ങനെ തൃശ്ശൂരേക്ക് പോയി. അവിടെ ഒരു ചെറിയ ബൈ കോളേജ്, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ദൈവാസന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ബൈ കോളേജാണ്. ആ ബൈ കോളേജിൽ പഠിക്കാൻ ദൈവം അവസരം നൽകി. അതും മൊത്തത്തിൽ പൂർത്തീകരിക്കാനൊന്നും അവസരം പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ ആ സമയത്ത് എൻ്റെ ഫാദറിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇടത് കാലിലൂടെ ഒരു കാറ് കയറി ഇറങ്ങി. ആ ഒരു ആക്സിഡന്റ് വല്ലാതെ തളർത്തിക്കളഞ്ഞു. പിന്നെ മുന്നോട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായില്ല. പിന്നെ ഞാൻ അവിടുന്ന് പോന്നു. അതിനുശേഷം വീടുമായി ബന്ധപ്പെട്ട് ആകെ പ്രശ്നങ്ങളായി. എൻ്റെ സഹോദരി ആ സമയത്ത്, ഏറ്റവും ഇളയ സഹോദരി ഉണ്ടായിരുന്നു. അന്ന് അവളൊരു തീരുമാനമെടുത്തു. അവള് പഠിച്ച് അങ്ങനെ വലിയ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ തന്നെ അവള് കശുവണ്ടി പാർട്ടി പോകാൻ വേണ്ടി തീരുമാനമെടുത്തു. കാരണം ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയി, എന്നെ വീണ്ടും ജോലിക്ക് ഇറക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അവള് തീരുമാനമെടുത്തു. അവൾ അങ്ങനെ കശുവണ്ടി പാർട്ടി പോയി. എന്നോട് പറഞ്ഞു, നീ പഠിച്ചോ, ഞാൻ ഇതിന് കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിൽ ചെലവ് നടത്താം, പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെറിയ വരുമാനത്തിലാണ് ഞാൻ അന്ന് കുറെ കൂടി പിന്നെയും തൃശ്ശൂർ തന്നെ ബൈ കോളേജ് പഠിച്ചു. കുറെ കാലം കൂടി ബൈ കോളേജില് അവിടെ ബൈ കോളേജ് പഠിച്ചു. അതിനുശേഷം പിന്നെ അത് ഭയങ്കര ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ, വീടും മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കത്തിലേക്ക് വന്നപ്പോൾ, പഴയ ജോലിയൊക്കെ അറിയാവുന്നതുകൊണ്ട് എൻ്റെ ഒരു കസിൻ സഹോദരൻ പറഞ്ഞു, കുറച്ചു നാള് നീ വടക്കേന്ത്യക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വീണ്ടും വടക്കേന്ത്യക്ക് പോയി ജോലി ചെയ്യാൻ തീരുമാനിച്ചു. ആ ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു രോഗം പിടിപെട്ടു. അത് മഞ്ഞപ്പിത്തം എന്ന രോഗമായിരുന്നു. ഞാൻ നാട്ടിലേക്ക് വന്ന സമയത്ത് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് നല്ലതാണെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ആ സമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ട്രീറ്റ്മെന്റുകൾക്ക് ഇനി ഫലമില്ലാത്ത നിലയിൽ എൻ്റെ ശരീരത്തിൽ മഞ്ഞപ്പിത്തത്തിന്റെ അളവ് കൂടി. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ മഞ്ഞപ്പിത്തം എന്ന രോഗം പടർന്നു പിടിക്കുന്ന, അതിലെ പറഞ്ഞ കോവിഡ് പോലൊക്കെ ഒരു വല്ലാത്ത ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ സമയത്ത് എനിക്ക് മഞ്ഞപ്പിത്തം പിടിപിടിച്ചു. ഞാൻ വടക്കേന്ത്യൻ നാട്ടിൽ വന്നു. മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചു. ഞാൻ എല്ലാവരും പറഞ്ഞനുസരിച്ച് ഒരു പച്ചമരുന്ന് പോയി കഴിച്ചു. ആ പച്ചമരുന്ന് കഴിച്ചിട്ട് അതെനിക്ക് ഫലപ്പെട്ടില്ല. അത് എന്നെ വീണ്ടും വലിയ ഭയങ്കര രോഗത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അതെന്നെ എൻ്റെ ശരീരം മൊത്തം, എന്നെ നിങ്ങൾ കണ്ടറിയാൻ ഞാൻ കറുത്തൊരു മനുഷ്യനാണ്. എൻ്റെ ഈ കറുത്ത തൊലിക്കകത്തുനിന്ന് പോലും മഞ്ഞ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതിലെ കണ്ണും എൻ്റെ പല്ല് പോലും നഖം പോലും മഞ്ഞിച്ച് എല്ലാ ശരീരാവസ്ഥകളും മഞ്ഞയായി മരണത്തെ മുഖാമുഖം കണ്ട് ഞാൻ പച്ചമരുന്ന് കഴിച്ച് അത് വഷളായിപ്പോയി. നേരെ ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ നേരെ എന്നെ മെഡിക്കൽ കോളേജിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അച്ഛൻ്റെ ജ്യേഷ്ഠന മോനെ ഉണ്ടായിരുന്നു. അവനും പെട്ടവനോട് പറഞ്ഞു, അവൻ ജോലി ചെയ്ത വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു കാറുമായിട്ട് വന്നു. എന്നെ കയറ്റി ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് ചെന്നു. അവിടെ ഡോക്ടർമാർ പരിശോധിച്ചു. എൻ്റെ ശരീരത്തിൽ മഞ്ഞപ്പിത്തത്തിന്റെ അളവ് കണ്ടിട്ട് അവർ ഞെട്ടി. അവർ പറഞ്ഞു, സാധ്യതകളില്ല, അവിടെ മാറ്റിക്കിടത്താൻ പറഞ്ഞു. അവർ ചെറിയ ഇഞ്ചക്ഷൻ എടുത്തു. കാരണം അന്ന് ഒരുപക്ഷെ ആ ഡോക്ടർമാർ കണ്ടു കാണാം, എൻ്റെ ശരീരത്തിൽ മുഴുവനും മഞ്ഞപ്പിത്തം വ്യാപിച്ചിരിക്കുകയാണ്. ഇനി ബ്ലഡ് റിസൾട്ട് കണ്ടിട്ട് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ഒരു നല്ല കട്ടിൽ പോലും എനിക്ക് തന്നില്ല. മരിച്ചവര് കിടക്കുന്ന ഒരു കട്ടില്, പഴയ തുരുമ്പിച്ച കട്ടിലിനകത്ത് എന്നെ കൊണ്ട് കിടത്തി. എൻ്റെ സ്നേഹിതന്മാരും സഹോദരന്മാരൊക്കെ അറിഞ്ഞവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരും ആ സമയത്ത് പ്രാർത്ഥിച്ചു. അന്ന് ഫോണുകളൊക്കെ വലിയ സുലഭമല്ല, അറിയിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വിളിച്ചറിയിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചു. അന്ന് വാട്സാപ്പോ ഫേസ്ബുക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അന്ന് രോഗത്തിന്റെ അങ്ങേയറ്റത്തെ മരണത്തെ മുഖാമുഖം കണ്ടൊരു സമയത്തൂടെ കടന്നുപോയി. മെഡിക്കൽ കോളേജിൽ ഒരു തുരുമ്പിച്ച കട്ടിലിനകത്ത് ഒരു തോർത്ത് വിരിച്ച് കിടക്കുന്ന റജീഷാമിനെ നിങ്ങളൊന്ന് ഇമാജ് ചെയ്ത് നോക്കുക. ഒരു തോർത്ത് വിരിച്ച് തുരുമ്പിച്ച ഒരു കട്ടില് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഒരു രംഗം നിങ്ങൾ ഇമാജ് ചെയ്ത് നോക്കുക. എൻ്റെ ഓർമ്മ കുറയുന്നത് പോലെ എൻ്റെ ആരോഗ്യം ചോർന്നു പോയി. ഒന്നും നിവർന്നു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല, ഇവന് കർത്താവിന്റെ വിളിയുള്ളതാണ്. എൻ്റെ ഉദരത്തിൽ വെച്ച് ഞാൻ ഇവനെ കുറിച്ചുള്ള ദൈവശബ്ദം കേട്ടതാണ്. ഇവൻ അങ്ങയുടെ വേല ചെയ്യുന്നു. എനിക്ക് പറഞ്ഞല്ലേ, പീലാത്തോസ് പറഞ്ഞ ഈ രക്തത്തിൽ പങ്കില്ല. ഇവൻ ജീവിച്ചാലും അങ്ങയ്ക്കുള്ളതാണ്, ഇവൻ മരിച്ചാലും അങ്ങയ്ക്കുള്ളതാണ്. അങ്ങ് വിടുവിക്കാൻ ശക്തനാണ്. നിങ്ങൾക്കറിയാമോ, അമ്മ പാലത്തിൽ വെച്ച് ചാടിച്ചാകാൻ തുടങ്ങിയപ്പോൾ അമ്മയുടെ അടുത്ത് വന്നതുപോലൊരു ദൂതൻ അമ്മ അടുത്ത് വന്നു. പേരില്ല, നാളില്ല. ആ അടുത്ത് വന്ന മനുഷ്യന്റെ
ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പേര് പോലും അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ വന്ന മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അമ്മ പറഞ്ഞ്, ആ പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, നീ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കരയുന്നുണ്ട്, ഇവിടെ വന്ന് എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു, നിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഏതുവഴിയാണ് ഇവിടേക്ക് വന്നത് ഞാൻ കണ്ടില്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇവിടുന്ന് എങ്ങനെ പോയെന്ന് കണ്ടില്ല. പീലിപ്പോസും ഷണ്ണനും വെള്ളത്തിൽ നിന്ന് കയറിയപ്പോ പരിശുദ്ധാത്മാവ് പീലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതുപോലെ ആ മനുഷ്യനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയതാണോ? ആ മനുഷ്യൻ പരിശുദ്ധാത്മാവാണോ? ആ മനുഷ്യൻ ദൈവമായിരുന്നോ? ആ മനുഷ്യൻ ദൂതനാണോ എന്ന് എനിക്കറിയില്ല, അമ്മയ്ക്കും അറിയില്ല. പിന്നെ ആ മനുഷ്യനെ കണ്ടില്ല. നിങ്ങൾ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. ഞാൻ രാവിലെ എന്റെ ബ്ലഡ് പരിശോധിച്ചു, റിസൾട്ട് വന്നു. റിസൾട്ട് നിങ്ങൾ ഓർത്തു നോക്കുക, ഒറ്റ രാത്രി കൊണ്ട് എന്റെ ശരീരത്തിൽ ഒരു തുള്ളി മഞ്ഞപ്പിത്തത്തിന്റെ കണക്കളില്ലാത്ത നിലയിൽ കർത്താവ് എന്റെ ശരീരത്തിൽ നിന്ന് ആ മഞ്ഞപ്പിത്തത്തെ എടുത്തു മാറ്റി. രാവിലത്തെ ബ്ലഡ് റിസൾട്ട് വന്നു, എന്റെ ശരീരത്തിൽ മഞ്ഞപ്പിത്തമില്ലെന്ന്. ഞങ്ങൾ അവിടെ പോയി ബൂത്തിൽ പോയി എന്റെ അപ്പൊ പപ്പയുടെ ജ്യേഷ്ഠന്റെ മോൻ വിളിച്ചു, അച്ഛൻ്റെ ജ്യേഷ്ഠൻ മോൻ വിളിച്ചു, വീട്ടിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, റജിയെ തിരിച്ചു കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു. രോഗം മൂർച്ഛിച്ച് മഞ്ഞപ്പിത്തം കൂടി മെഡിക്കൽ കോളേജിൽ കൊണ്ട് എന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നാട്ടുകാർ ചിന്തിക്കുന്നത് ഇനി രക്ഷയില്ല, അവൻ അല്ലെങ്കിൽ മരിക്കാൻ പോവുകയാണ്, ഡോക്ടർമാർ തള്ളി, അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് എന്നാ വിചാരിച്ചത്. പക്ഷെ ഞാൻ വീട്ടിലേക്ക് വന്നത് എന്റെ ശരീരത്തിൽ ഒരു തുള്ളി മഞ്ഞപ്പിത്തം എന്ന രോഗമില്ലാത്തവനായിട്ട് പൂർണ്ണ സൗഖ്യമായിട്ട്. ഞങ്ങളുടെ വീട്ടിൽ നാട്ടുകാരൊക്കെ രാവിലെ ഒരു ദിവസം ഞായറാഴ്ചയായിരുന്നു, ഞാൻ ഇന്ന് ഓർക്കുന്നു, ഇതൊരു ഞായറാഴ്ച ദിവസമാണല്ലോ, ഓർക്കുന്നു. ഞായറാഴ്ച ദിവസം CSA പള്ളി പോകേണ്ടവർ പള്ളി പോയില്ല. അവിടെ താഴ്വശത്ത് പെന്തക്കോസ് പള്ളി പോകുന്നവരുണ്ട്, ശാരം പള്ളി പോകുന്നവർ, ചർച്ചിൽ പോകുന്നവരുണ്ട്, അവരും ശാരം ചർച്ചിൽ പോയില്ല. നാട്ടുകാരൊക്കെ പല കാര്യങ്ങൾക്ക് പോകേണ്ടത്, കല്യാണത്തിന് പോകേണ്ടവർ കല്യാണത്തിന് പോയില്ല. അവരൊക്കെ കാത്തിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് സീരിയസ് ആയി കൊണ്ടുപോയ എന്നെ അതിനേക്കാൾ രോഗം വഷളായി തിരിച്ചു കൊണ്ടുവന്ന് നോക്ക് കാണാൻ വേണ്ടി, ഇന്നോ നാളെയൊക്കെ മരിക്കും എന്നത് കാണാൻ വേണ്ടി നാട്ടുകാർ കാത്തിരിക്കുമ്പോൾ ഞാൻ ആ കാറിനകത്തുനിന്ന് ഇറങ്ങി നടന്ന് വീട്ടിലേക്ക് കയറുന്ന രംഗം അവർ കണ്ടത്. അവര് ചോദിച്ചു, എന്താ തിരിച്ചു കൊണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു, രാവിലത്തെ ബ്ലഡ് റിസൾട്ട് വന്നു, ഇവന്റെ ശരീരത്തിൽ രോഗമില്ലെന്ന്. കഴിഞ്ഞ രാത്രി എന്റെ അമ്മ പറഞ്ഞതാണ്, ഇവൻ മരിച്ചാലും അങ്ങയ്ക്കാണ്, ജീവിച്ചിരുന്നാലും അങ്ങയ്ക്കാണ്. എന്റെ കർത്താവ് എത്ര വിശ്വസ്തനാണെന്നറിയാമോ? ആ മരണത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. ആ മരണത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, സ്വർഗത്തിന്റെ ദൈവം എന്നോട് മനസ്സലിഞ്ഞ് കൃപാദാനമായിരിക്കുന്ന കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ രോഗശാന്തി വരം കർത്താവ് എനിക്ക് നൽകി. ഞാൻ ഓർക്കുന്നു, എന്തോരം മഞ്ഞപ്പിത്തം പിടിച്ച രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവനെ സൗഖ്യമാക്കി. എത്ര ക്യാൻസർ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. റീസെന്റ് 2-3 വെള്ളിയാഴ്ചക്ക് മുമ്പ് വെണ്ണിക്കുളത്ത് വന്ന 2 കിഡ്നി ഫെയിലായ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവക്ക് പുതിയ 2 കിഡ്നി കൊടുത്തു. ദൈവം അത്ര വിശ്വസ്തൻ. ആ രോഗം എന്നെ കൊണ്ടെത്തിച്ചത്, ആ ഭീകരമായ രോഗം എന്നെ കൊണ്ടെത്തിച്ചത് സർവശക്തനായ ദൈവത്തിന്റെ കൃപാദാനമായിരിക്കുന്ന രോഗശാന്തി വരത്തിലേക്കാണ്. ആ രോഗശാന്തി വരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോഴും ഞാൻ ഈ അരോമയുടെ സാക്ഷ്യം പറയാൻ വേണ്ടി ഈ ചാനലിലേക്ക് കയറും മുമ്പ് തന്നെ, ഈ പ്രോഗ്രാമിന് കയറും മുമ്പ് 2 പേരും രോഗിയായിട്ട് ഭാരപ്പെട്ട് 2 പേരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതേ ഉള്ളൂ. 2 പേരും കിടപ്പിലായിരുന്നു. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വിളിച്ചിട്ട് ഇവിടെ വീട്ടിൽ വന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. ദൈവമക്കോട് പറയാം, കർത്താവ് എത്ര വിശ്വസ്തൻ. നിങ്ങൾ ആരെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോ, നാളെ ആ പ്രതിസന്ധിയുടെ മേൽ ജയിക്കാനുള്ള കൃപ കർത്താവ് നിങ്ങളുടെ മേൽ പകരും. നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോ, ആ രോഗത്തെ മുച്ചൂട് മുടിച്ച് തായ്വേര് പറിക്കാൻ കഴിയുന്ന അധികാരത്തെ, അഭിഷേകത്തെ, രോഗശാന്തിയുടെ വരത്തെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകും. ഇന്നലകളിൽ പൈശാചിക ശക്തികളാൽ പീഡകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾ ആരെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തോ, ദേശത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ കൂടുപൊളിച്ച് അനേക കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള അഭിഷേകവും അധികാരവും ദൈവം നിങ്ങൾക്ക് തരും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. സഭയെ മുടിക്കാൻ പുറപ്പെട്ടവനെ ദൈവം സഭ പണിയാൻ ഏൽപ്പിച്ചുവെങ്കിൽ ഓർത്തോ, നിന്നെ മുടിച്ച ശക്തികളെ മുച്ചൂട് മുടിക്കാനുള്ള അഭിഷേകം കർത്താവ് നിനക്ക് തരും, നിങ്ങൾക്ക് തരും. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്, ദൈവത്തിന്റെ ഒരു രീതിയാണ്, അതൊരു ദൈവീയ ഫോർമാറ്റാണ്. അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ രോഗങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഞാൻ അങ്ങനെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പിന്നെയും അടൂരുമായി ബന്ധപ്പെട്ട്, വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും അതിനുശേഷം എന്റെ സഹോദരന്മാരിൽ എനിക്ക് ഏറ്റവും സ്നേഹിതനായിരിക്കുന്ന ലൈജു പാമ്പാടി, കർത്താവിന്റെ ദാസൻ, PMG ചർച്ചിന്റെ പാസ്റ്റർ കൂടിയാണ് ലൈജു പാമ്പാടി, എനിക്ക് എന്നോട് അഡ്വൈസ് ചെയ്തു കോട്ടയം സെമിനാരി പഠിക്കാൻ, കോട്ടയം സെമിനാരി പഠിക്കാൻ വേണ്ടി. പക്ഷെ അവിടെ ചെന്നപ്പോഴും
വിദ്യാഭ്യാസ യോഗ്യത ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ പഠിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല. അതിനുശേഷം എന്നോട് ഹൈജു പാമ്പാടി പറഞ്ഞു, റജി ബ്രദറെ പേടിക്കണ്ട, ഇവിടെ PM ഫിലിപ്പച്ചന്റെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, ഒരുപാട് അനുഗ്രഹീത ദൈവദാസന്മാർ പഠിച്ചിറങ്ങിയ ശാലയും ബൈ സ്കൂൾ എന്നാ പറയുന്നത്. ഞാൻ അവിടെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ശാലയും ബൈ സ്കൂളും, അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ശാലയും ബൈ കോളേജുമായി മാറി, ഒരു കോളേജ് എന്ന നിലയിലേക്ക് അവർ ഉയർത്തി. അങ്ങനെ ഭാഗ്യം ദൈവം ലഭിച്ചു. അങ്ങനെ അവിടെ KC യോണിനെ പോലെ അനുഗ്രഹീതരായിരിക്കുന്ന ദൈവദാസന്മാർ, എന്തിന് ഇന്ന് കർത്താവിൽ പ്രസിദ്ധരായിരിക്കുന്ന അനേക ദൈവദാസന്മാർ, ജോബിറ്റി അലക്സ്, സാം കുമരകം, അതുള്ള അനേക ദൈവദാസന്മാർ ദൈവവചനം പഠിച്ചിറങ്ങിയ, ദൈവവചനം പഠിച്ച ആ തിരുവചന പേടശാലയിൽ എനിക്കും പഠിക്കാൻ ദൈവം ഒരു അവസരം നൽകി. ദൈവത്തിന്റെ കൃപയാൽ അവിടെ ചെന്ന് 2005 മുതൽ 2007 വരെ അവിടെ പഠിക്കാൻ ദൈവം ഭാഗ്യം നൽകി. അത് ജീവിതത്തിൽ ഭയങ്കര മാറ്റമായിരുന്നു. കേവലം കോട്ടയം സെൻട്രലിന്റെ ചില ലോക്കൽ സഭയിലെ പാസ്റ്റർമാരാണ് അവിടുത്തെ അധ്യാപകർ. ആ കൂട്ടത്തിൽ ദൈവവചനം ആധികാരികമായി പഠിപ്പിക്കുന്ന 2 ദൈവദാസന്മാർ മാത്രമേ, മറ്റാരെ കുറച്ച് പറയുകയല്ല. തിയോളജി അടിക്കുന്ന PT തോമസ് സാറ്, അതുപോലെ തന്നെ ദൈവശാസ്ത്രത്തിലും അതുപോലെ തന്നെ കേരളത്തിൽ സുപരിചിതനായിരിക്കുന്ന ദൈവവചന ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടിരിക്കുന്ന കർത്തദാസന്മാർ ചിലരും മാത്രമാണ് ആധികാരികമായി ദൈവവചനം പഠിപ്പിക്കുന്നത്. ബാക്കി എല്ലാവരും അനുഭവത്തിൽ നിന്നും അവരുടെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ടും അവര് പ്രായോഗികമാക്കിയ കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ ചോദിക്കുന്ന പല ചോദ്യത്തിനകത്ത് ഉത്തരം പോലും തരാൻ കഴിയില്ലാത്ത സാധാരണക്കാരായിരിക്കുന്ന കർത്തദാസന്മാരെ ഞങ്ങളെ പഠിപ്പിച്ചു. പക്ഷെ അവരുടെ അനുഭവത്തിൽ നിന്നും തീച്ചൂളയ്ക്കകത്തൂടെ അവർ കടന്നുപോയ അനുഭവത്തിൽ നിന്ന് അവർ പഠിപ്പിച്ചതുകൊണ്ട് അത് ഞങ്ങളെ ശുശ്രൂഷകന്മാരാക്കി മാറ്റി എന്നുള്ളതാണ് അതിശയം. ദൈവത്തിന്റെ കൃപയാൽ പല കർത്തദാസന്മാരും ഇന്ന് ശുശ്രൂഷിക്കുന്ന സഭകളിൽ ശുശ്രൂഷിക്കാൻ വിളിക്കാറുണ്ട്. പലരും പഠിപ്പിച്ച അധ്യാപകർ പലരും വളരെ നമ്മൾ ഒരുപക്ഷെ എന്റെ കാര്യം ഞാൻ പറയാം, എന്നെ ഓർത്ത് പബ്ലിക് വേദികളിൽ അവർ സ്തോത്രം ചെയ്യുകയും അവർ അഭിമാനത്തോട് പറയുന്നതൊക്കെ ഓർക്കും, അവർ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ അവിടെ പഠിച്ചിറങ്ങാൻ ദൈവം അവസരം നൽകി. പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് ഞാന് പഠിക്കുന്ന സമയമായ സമയത്ത് ഷാരോൺ ചർച്ചുമായി ബന്ധപ്പെട്ട് ഞാൻ അന്ന് കൂടി വന്ന ഈ ബാപ്റ്റിസ്റ്റ് സഭയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഷാരോൺ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് തിരിയാൻ ദൈവം എനിക്ക് മൂവ് ചെയ്യാൻ എനിക്ക് ദൈവം അവസരം നൽകി. ആ അവസരം ദൈവത്തിന്റെ കൃപയ ഒരു നല്ല അവസരമായിരുന്നു. പിന്നെ കർത്താവ് ബഹുമാനിക്കുന്ന കർത്തദാസൻ PT തോമസ്, ബഹുമാനി കർത്തദാസൻ ഡോക്ടർ മണക്കാല FTSന്റെ പ്രിൻസിപ്പാൾ കൂടിയായിരുന്ന ഡോക്ടർ V വർഗീസ് സാറിന്റെ ചർച്ചിൽ ഞങ്ങള് പിന്നെ കുടുംബമായിട്ട് മെമ്പർഷിപ്പ് എടുത്തു. മാതാപിതാക്കൾ ഇന്നും അവിടെ ദൈവത്തെ ആരാധിക്കുന്നു. അതിനുശേഷം അന്ന് ആ ചർച്ചിൽ സംബന്ധിക്കുന്ന സമയത്താണ് പുല്ലൂരിൽ നിന്ന് V വർഗീസ് സാറിന്റെ നാട് പുല്ലൂരാണ്. പുല്ലൂരിൽ സാറിന്റെ പരിചയത്തുള്ള സാറിന്റെ പിതാവിനെ മാതാവിനെ കുറിച്ച് പരിചയമുള്ള ഉപദേശി ഞങ്ങളുടെ വീട്ടിൽ വന്നു, ഞങ്ങളുടെ ചർച്ചിൽ വന്നു. ഒരു ഞായറാഴ്ച അദ്ദേഹം ചർച്ചിൽ വന്നിട്ട് അന്നത്തെ പ്രവചനം മൊത്തം എന്റെ തലയിൽ കൈവച്ചിട്ടായിരുന്നു. എന്നോട് പറഞ്ഞ് ദൈവോധനം പഠിച്ചിട്ട് നിൽക്കുന്ന നിന്നെ ഒരു പുതിയ മെച്ചപ്പുറത്തേക്ക് ഞാൻ അയക്കും, അത് നിന്നെ കേരളത്തിന്റെ അകത്ത് ശക്തനാക്കി മാറ്റും, അനേക ദൈവദാസന്മാരുടെ ബന്ധം നൽകും. അദ്ദേഹം പറഞ്ഞ പ്രവചനങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ പലതും നിവർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പ്രവചനം ഞാൻ കേട്ടു, ദൈവശബ്ദം കേട്ടു, നിന്നെ ഒരു പുതിയ മെച്ചപ്പുറത്തേക്ക് അയക്കുന്നു. അത് റാന്നിയും മല്ലപ്പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം എന്നോട് പരിശുദ്ധാത്മാ പ്രവചിച്ചു. അത് കേട്ട് ഞാൻ നേരെ ഒരു ഫാസ്റ്റിംഗ് പ്രയറിന്, എന്റെ സ്നേഹിതന്റെ ചർച്ച് ഫാസ്റ്റിംഗ് പ്രയറിന് പോയി. അവിടെ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരുന്നു. ആ ഫാസ്റ്റിംഗിന്റെ അവസാന ദിവസം പ്രസംഗിക്കാൻ വന്ന ദൈവദാസൻ എന്നോട് ചെവിടാ വീട്, ഞാൻ പേര് പറഞ്ഞു. എന്നോട് നല്ല ഇൻട്രൊഡക്ഷൻ ആണ്, നന്നായിട്ട് യോഗങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്, ഭയങ്കര പവറാണെന്ന് എന്നോട് പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ടായി. ഞാൻ പറഞ്ഞു നമ്മളിപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈലാണെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. കൊള്ളാം, മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ ഫോൺ നമ്പർ മേടിച്ചിട്ട് അദ്ദേഹം പോയി. നേരെ അന്ന് വൈകിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത്, പകൽ പ്രസംഗിച്ച ഞങ്ങൾ ഉപവസിച്ച ആ മീറ്റിംഗിലായിരുന്നു. അന്ന് വൈകിട്ടത്തെ പ്രസംഗം ഇവിടെ ഷാജി പാസ്റ്ററിന്റെ ചർച്ചിലെ മീറ്റിംഗിലാണ്. അദ്ദേഹം ചർച്ചിൽ വന്നു. അവിടെ വന്നപ്പോ ഷാജി പാസ്റ്റർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പരിചയമുള്ള അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർ വല്ലതും ഉണ്ടോ? നല്ല ചെറുപ്പക്കാർ, നമ്മുടെ ടേസ്റ്റ് ഉള്ള ചെറുപ്പക്കാർ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം ബഹുമാനി കർത്തദാസ് കുമ്പനാട് താമസിക്കുന്ന പാസ്റ്റർ ജോൺസൺ കുമ്പനാട്, അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ചെറുപ്പക്കാരൻ അത് ഒരു നിയോഗത്തിന് വേണ്ടി കാത്തിരിക്കുക, ഫാസ്റ്റിംഗിലൊക്കെ നല്ലതാ, നല്ല ലീഡ് ചെയ്യും, മീറ്റിംഗ് ഒക്കെ കൊള്ളാം, നമ്മുടെ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഒരു പഴയ സ്റ്റൈലല്ല, പുതിയൊരു സ്റ്റൈലാണ്, നിങ്ങൾക്ക് പറ്റും, നമ്മുടെ ഈ വെണ്ണിക്കുളം ഗോസ്പൽ സെന്റർ പറ്റുമെന്ന് പറഞ്ഞു. പാസ്റ്റർ വിളിക്കാൻ പറഞ്ഞു, നമ്പർ കൊടുത്തു. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഷാജി പാസ്റ്റർ വിളിക്കുന്നു. ഷാജി പാസ്റ്റർ വിളിച്ചു. അങ്ങനെ ശുശ്രൂഷയിൽ അങ്ങനെ വെണ്ണിക്കുളത്ത് വന്നിട്ട് ഷാജി പാസ്റ്റർ എന്നോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്,
വെണ്ണിക്കുളത്ത് ഞങ്ങളുടെ ചർച്ചിൽ വരിക, ഒരു സഭായോഗം കൂടുക, ഇവിടെ ശുശ്രൂഷിക്കാൻ ഞങ്ങളുടെ പരിസ്ഥിതികൾ കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, നിയോഗമുണ്ടെങ്കിൽ കണ്ടിന്യൂ. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഞാനിങ്ങനെ ദൈവാലോചന കേട്ടു, അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഇങ്ങനെ കോളിംഗ് വന്നത്. അത് വലിയ ചർച്ച ആയിരിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ആ ചർച്ച സ്ഥിതി ചെയ്യുന്നത് റാന്നിയും മല്ലപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലമാണ്. അന്നേരം പാസ്റ്റർ പറഞ്ഞു അത് വെണ്ണിക്കുളം ആയിരിക്കും, ആ പ്രവചനം റൈറ്റ് ആണ്, ഒരു പാസ്റ്റർ വരാൻ പറഞ്ഞു. അങ്ങനെ സൺഡേ വർഷിപ്പിലൂടെ വന്നു, യോഗത്തിന് കൂടി, മീറ്റിംഗ് കണ്ടു. അന്ന് വളരെ ചുരുക്കം ആൾക്കാർ മാത്രം, എനിക്ക് ഒരു 100-150 പേരൊക്കെ കൂടി വരുന്നൊരു സഭയും വലിയൊരു ഹോളൊക്കെ ആയിരുന്നു, ഒരു ടെന്റ് മിനിസ്ട്രി ആയിരുന്നു. അന്ന് എന്നോട് ഒരു ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അന്ന് ചർച്ചിൽ 100 days മീറ്റിംഗ് നടക്കുകയാണ്, കണ്ടിന്യൂ 100 ദിവസത്തെ പ്രാർത്ഥന, 40 days ചർച്ച് ഡിക്ലെയർ ചെയ്ത ഫാസ്റ്റിംഗ് പ്രയറും 60 ദിവസം പ്രാർത്ഥനകളും, അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അന്ന് 100 days മീറ്റിംഗ് ആണ്. മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗിൽ ശുശ്രൂഷിക്കാൻ ആൾ വേണം, ചർച്ചിന്റെ യോഗങ്ങൾ ലീഡ് ചെയ്യാൻ ആൾ വേണം, പ്രയർ ലീഡ് ചെയ്യാൻ ആൾ വേണം എന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നു. ദൈവത്തിന്റെ കൃപയെ ഷാജി പാസ്റ്ററുടെ കൂടെ തന്നെ വീട്ടിൽ ഒരു സഹോദരനെ പോലെ 9 വർഷം ആ വീട്ടിൽ തന്നെ പാർത്തുകൊണ്ട് ഷാജി പാസ്റ്ററുടെ കൂടെ വെണ്ണിക്കുളം ഗോസ്പൽ സെന്റർ എന്ന് പറഞ്ഞ ഇന്ന് ഒരുപാട് ദൈവമക്കൾ കൂടി വരുന്ന, ഇന്ന് കേരളത്തിലെ വലിയ ഉണർവുകൾക്ക് കാരണമാകുന്ന, ലോകമെമ്പാടും വീക്ഷിക്കുന്ന ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട് അന്ന് തുടക്കം കുറിക്കാൻ ദൈവം അവസരം നൽകി. 2009 മുതൽ വെണ്ണിക്കുളത്ത് ഗോസ്പൽ സെന്റർ ചർച്ചുമായിട്ട് ബഹുമാനി കർത്തുദാസൻ ഷാജി പാസ്റ്റർ കൂടെ സഹശുശ്രൂഷകനായി പ്രവർത്തിക്കാൻ അവസരം നൽകി. അതിനുശേഷം അവിടെ നിൽക്കുമ്പോൾ തന്നെ ദൈവാത്മാവിന്റെ നിയോഗപ്രകാരം തൊട്ടടുത്ത് തന്നെ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് ചുഴനെ എന്ന് പറഞ്ഞൊരു ചെറിയ ലോക്കൽ പ്രദേശത്ത് ഒരു ചർച്ച് തുടങ്ങാൻ ദൈവം അവസരം നൽകി. അത് പാസ്റ്ററിന്റെ ആന്റിയുടെ ഒക്കെ ഒരു ഇതില് അവിടെ ഒരു ചെറിയ പ്രയർ സെന്റർ തുടങ്ങി. അത് ഞങ്ങൾ ഡെവലപ്പാക്കി ഒരു ചർച്ചാക്കി. ഇന്ന് ദൈവത്തിന്റെ കൃപയിൽ ഒരു 10, 60, 70 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിവിധ സമുദായ പശ്ചാത്തലത്തിൽ നിന്ന്, ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് അവിടെ സഭായോഗമായിട്ട് കൂടി വരുന്നു. ഹൈന്ദവരായിട്ടിരിക്കുന്ന 2 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പാസ്റ്റർ നൈജീരിയയിലാണ്. പാസ്റ്റർ വന്ന ഉടനെ സ്നാനം, അവർക്ക് വേണ്ടി സ്നാനം നടക്കും. ആ നിലയിൽ അവിടെ ഒരു ദേശത്തൊരു ഉണർവും അവിടെ ഒരു പ്രവർത്തനം ദൈവം സ്റ്റാർട്ട് ചെയ്തു. ആ പ്രവർത്തനത്തോടെ രക്ഷിക്കപ്പെട്ടു വന്ന 2 ചെറുപ്പക്കാര് അവര് മിനിസ്ട്രി കണ്ട് ഇൻസ്പിറേഷൻ ആയി, അവർക്ക് ഭയങ്കര നിയോഗമുണ്ടായി, കർത്താവിന്റെ വിളി വന്നു. അവർ 2 പേരും ദൈവവചനം പഠിച്ചു. ഒരാള് ഷാരോനിൽ പഠിച്ചിറങ്ങി ഗ്രാജുവേറ്റ് ചെയ്തു, മറ്റൊരാൾ മറ്റൊരിടത്ത് പഠിച്ചിറങ്ങി. 2 പേരും ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നു. അങ്ങനെ അനേക സഭകൾ സ്ഥാപിക്കുന്ന, ഭയങ്കര ദൂതുകൾ വെളിപ്പെടുന്ന ഒരു സഭയായി അത് മാറി. പ്രവർത്തനങ്ങൾ ആ നിലയിൽ ശക്തമായി നടക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ ഭാര്യ സെൽമ, വൈഫ് നേഴ്സാണ്, പക്ഷെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ തന്നെ സുവിശേഷ വേലയിൽ. കുഞ്ഞുങ്ങൾ 2 പേര്, ഷാരോനും സേറാമോളും 2 പേരും കർത്താവിന്റെ വേലയിൽ ഞങ്ങളുടെ കൂടെ സുവിശേഷ വേലയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പഠനമാണെങ്കിൽ തന്നെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ചർച്ച് ഗോസ്പൽ സെന്റർ ചർച്ച്, വെണ്ണിക്കുളം ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി പ്രവർത്തനങ്ങൾ ഉണ്ടാകുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇൻവോൾവ്മെന്റ് ആയി. കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കൂടെ സുവിശേഷ വേല കൈത്താങ്ങലായി, കഷ്ടപ്പാടുകളുടെ നടുവിലും വേദനയുടെ നടുവിലും ഒക്കെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. വെണ്ണിക്കുളം ഗോസ്പൽ സെന്റർ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നിലയിൽ അഭിമാനത്തോടു കൂടി പറയാം, വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ലെങ്കിലും ഷാജി എമ്പോൾ പാസ്റ്റർ ചേർത്ത് നിർത്തി. പാസ്റ്ററിന് ഒരു പക്ഷെ അറിയാതിരിക്കാം, ഞാൻ മറ്റെങ്ങും പോയ രക്ഷപ്പെടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പാസ്റ്റർ ചേർത്ത് നിർത്തി. ഒരു സഹോദരനെ പോലെ അന്നും ഇന്നും ഒക്കെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് നിർത്തി. ആ നിലയിൽ ശുശ്രൂഷയ്ക്ക് അവസരങ്ങൾ നൽകി, ഒത്തിരി കൈത്താങ്ങൽ നൽകി. ഇന്നും അങ്ങനെ തന്നെ ദൈവത്തിന്റെ കൃപ ബന്ധങ്ങൾക്ക് ഒരു വിള്ളലും വിടാത്ത നിലയിൽ, ഏത് കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന നിലയിൽ, ഒരു വീട് പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ, ചേച്ചിയാണെങ്കിൽ ഒരു ജ്യേഷ്ഠത്തെ പോലെ സംസാരിക്കാൻ, ഇടപെടാൻ, മക്കളാണെങ്കിൽ ഒരു ജ്യേഷ്ഠന്റെ മക്കളെ പോലെ സഹകരിക്കുകയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങൾ. ആ നിലയിൽ ഞങ്ങൾക്കൊരു കുടുംബം പോലെ കർത്താവിനെ സ്നേഹിക്കാൻ, സേവിക്കാൻ ദൈവം അവസരം നൽകി. കർത്താവ് നൽകുന്ന നിയോഗങ്ങളൊക്കെ ഏറ്റെടുത്ത് കേരളത്തിന്റെ അകത്തും പുറത്തുമായിട്ടും ഒക്കെ പോയി കർത്താവിനെ ശുശ്രൂഷിക്കാൻ ദൈവം അവസരം നൽകുന്നു. ഒരുപാട് പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ നേരിട്ടു. അതിനെയൊക്കെ മറികടന്ന് മുന്നേറാൻ ദൈവം കൃപ നൽകി. ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം കൊണ്ട് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ധൃതികളില്ല, ദൈവം വിശ്വസ്തനാണ്. ചുഴനെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു വാടക കെട്ടിടത്തിലാണ്, പ്രാർത്ഥിക്കുന്നു. ദൈവം അവസരമൊരുക്കിയ 2026 ദൈവം ചുഴനെ സ്ഥലവും അതിനുള്ള ഹോളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തരുമെന്ന് ഞങ്ങളുടെ ദൈവത്തിന്റെ വാഗ്ദത്തവും പ്രവചന ശബ്ദവും കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. ആ നിലയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും കൂട്ടായ്മ കൂടുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങണമെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ നല്ല അവസരം നൽകി. അവിടുത്തെ ആന്റിയൊക്കെ സുവിശേഷ താല്പര്യരായതുകൊണ്ട് ഞങ്ങളെ പിന്നെ അവിടെ നിർത്തിയിരിക്കുന്നു. ആ നിലയിൽ ഞങ്ങൾക്ക് ഒത്തിരി കൈത്താങ്ങുള്ള ഭാഗത്ത് അവര് ചെയ്യുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് നമുക്ക് സ്ഥലവും സ്വന്തമായിട്ട് ഹോളൊക്കെ ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയാണ്
പരിശുദ്ധാത്മാവ് നടത്തുന്നു. ശുശ്രൂഷകളിൽ കർത്താവ് മാനിക്കുന്നു. ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നു. എന്തിന്? ദൈവത്തിന്റെ മഹാകരുണയാണ്. പ്രവചന ശുശ്രൂഷ പോലുള്ള കൃപാവര ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ ദൈവം അവസരം നൽകി. ആ ശുശ്രൂഷ അത് എന്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, അനേകരുടെ വിടുതലിന് വേണ്ടി, അനേകരുടെ അനുഗ്രഹത്തിന് വേണ്ടി, അനേകരുടെ നന്മയ്ക്ക് വേണ്ടി ഇന്ന് ഉപയോഗപ്പെടുത്താൻ ദൈവം അവസരം നൽകുന്നു. ഞാൻ വെണ്ണിക്കുളത്ത് ഗോസ്പോസന്റെ പറയുമ്പോൾ ഷാജിപ്പാസ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ: ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ പണം നോക്കാൻ പാടില്ല. എത്ര കിട്ടും, എങ്ങനെ കിട്ടുമെന്നൊന്നും നോക്കരുത്. ഒരു ദൈവം കടക്കാരനല്ല. ഒരിടത്ത് അല്പം കുറഞ്ഞാൽ മറ്റൊരിടത്ത് നമുക്ക് വേണ്ടത് തന്ന് മാനിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ആ നിലയിൽ ദൈവത്തെ സേവിച്ചുകൊണ്ടെന്നുള്ളൊരു ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഉപദേശം വാസ്തു ഭാഗത്തുണ്ട്. അതുകൊണ്ട് അന്ന് ഇന്ന് വരെ പണം ആത്മീയ ശുശ്രൂഷയ്ക്കകത്ത് നോക്കാറില്ല. ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന്റെ കരുണ എത്ര വലുത്. മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രിവിലേജുകൾ കിട്ടാനുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രിവിലേജും ഇല്ല. ഏത് പ്രിവിലേജ്? നല്ല കുടുംബത്തിൽ ജനിച്ച പ്രിവിലേജോ, നല്ല കുലമോ കുടുംബമോ ഒന്നും അങ്ങനെയൊക്കെ ഒരു പ്രിവിലേജുകളൊന്നുമില്ല. പക്ഷെ ദൈവം ഇന്ന് നിർത്തിയിരിക്കുന്ന മഹാകരുണയാണ്. ദൈവം നിർത്തിയിരിക്കുന്ന ഭയങ്കര കൃപയാണ്. ദൈവത്തിന്റെ സ്നേഹത്താണ് ദൈവം മാനിച്ച് നടത്തുന്നു. 2-3 സഹോദരിമാരാണ്. 3 പേരും വിവാഹിതരാണ്. മൂത്തയാള് ചങ്ങനാശ്ശേരിക്കടുത്ത് കുറുമനാടോ എന്ന് പറയുന്ന സ്ഥലത്ത് വിവാഹം കഴിച്ചിരിക്കുന്നു. ഒരാള് ചെന്നപ്പട്ടയിലാണ്. രണ്ടാമത്തെ സിസ്റ്റർ ഇന്നും കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ്. ഏറ്റവും ഇളയ സിസ്റ്റർ അവളെ വിവാഹം കഴിച്ചിരിക്കുന്ന പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലാണ്. IPCയിലാണ് അവര്. ജെയിംസ് പാസ്റ്ററിന്റെ ചർച്ചിലാണ് അവർ. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ഞങ്ങൾക്കും കൃപയ കുടുംബമായിട്ട്. പരിമിതികളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ വൈഫിനോട് പറയാറുണ്ട്, നമുക്കൊന്നും പ്രശംസിക്കാനില്ല, ഒന്നും നമുക്ക് പുകഴാനില്ല. ഇവിടെ വരെ നമ്മളെ കൊണ്ടെത്തിച്ച ദൈവമാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയാം, നമ്മളെ നടത്തുന്ന ദൈവമാണ്. ദൈവം വിശ്വസ്തനാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ നമ്മുടെ ശാപത്തിന്റെ കെട്ടുപൊട്ടി, നമ്മുടെ രോഗത്തിന്റെ കെട്ടുപൊട്ടി, പാപത്തിന്റെ കെട്ടുപൊട്ടി, പൈശാചിക അടിമത്തത്തിന്റെ കെട്ടുകൾ പൊട്ടി. നമ്മൾ കുപ്പി പൊട്ടിക്കുന്നവരല്ല. നമ്മുടെ ശാപത്തിന്റെയും രോഗത്തിന്റെയും പാപത്തിന്റെയും മരണത്തിന്റെയും കെട്ടുപൊട്ടി. മരണമായിരിക്കും പത്മോസിന്റെ ഏകാന്തതയിൽ അവസാനമെന്ന് ചിന്തിച്ച യോഹന്നാനോട് യേശു പറയുന്നുണ്ട്, യോഹന്നാനെ നീ എന്തിനാ പേടിക്കുന്ന? ആ വാക്ക് കേട്ട ഒരു പക്ഷെ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകത്തില്ലെങ്കിലും യോഹന്നാനോട് കർത്താവ് പറയാ, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോല് എന്റെ കൈവശമുണ്ട്. അതിന്റെ അർത്ഥം നീ പത്മോസിൽ കടന്ന് മരിക്കത്തില്ലെന്ന് ഉറപ്പ് തരികയാണ്. മരണത്തിന്റെ താക്കോല് ഇപ്പൊ എന്റെ കയ്യിലാണ്. മരണത്തിന്റെ താക്കോല് ഈ പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്തല്ല. മരണത്തിന്റെ താക്കോൽ ഏതെങ്കിലും അഗ്നിസർപ്പത്തിന്റെ വായിലല്ല. മരണത്തിന്റെ താക്കോല് മനുഷ്യനെ പോലും കൊത്തിവലിക്കാൻ കഴിവുള്ള കഴുകന്റെ ചുണ്ടിനകത്തുമല്ല. മരണത്തിന്റെ താക്കോല് ഈ ഭീകരമായ പത്മോസിന്റെ അന്തരീക്ഷത്തിനുമല്ല. മരണത്തിന്റെ താക്കോൽ ഇപ്പൊ എന്റെ കയ്യിലാണ്. ഞാനോ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നാ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്. അങ്ങനെങ്കിൽ എന്നെ കേൾക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമൊക്കോട് പറയാം, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് സ്വർഗത്തിന്റെ ദൈവം ചെയ്ത നന്മകൾ എത്ര വലുതാണ്. എനിക്കൊരു വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാതിരുന്നിട്ടും സ്വർഗം മാനിച്ചു, ദൈവം അനുഗ്രഹിച്ചു, വചനം നൽകി, കൃപാവരങ്ങൾ നൽകി, അഭിഷേകം നൽകി, ആത്മനിറവ് നൽകി, ദൈവത്തിന്റെ വിശ്വസ്ത, നീതി, കരുതൽ ഒക്കെ ദൈവം നൽകി. പരിമിതപ്പെട്ട സാഹചര്യത്തിനകത്ത് എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ നോബി കുമരകം, അദ്ദേഹം ഇന്ന് ന്യൂസിലാൻഡിലാണ്. അദ്ദേഹം കുടുംബമായിട്ട് ന്യൂസിലാൻഡിൽ ആയിരിക്കുന്നു. ഭർത്താവിന്റെ പേര് നോബി കുമരകം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയാ, ഫിലിപ്പാസെ, മാതാപിതാക്കൾ ഒത്തിരി വാർദ്ധക്യമാണ്. അവർ മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു വീടൊക്കെ വെച്ച് ദൈവം മാനിച്ചു എന്ന് കാണത്തക്കവണ്ണം നല്ല സാഹചര്യങ്ങളെ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ട ആവശ്യമാണ്. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും എൻ്റെ അപ്പന്റെ വായിൽ നിന്നോ അമ്മയുടെ വായിൽ നിന്നോ വലിയ വീടോ വലിയ സെറ്റപ്പുകളോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അന്നും ഞാൻ രക്ഷിക്കപ്പെട്ട കാലം മുതൽ അന്നും ഇന്നും എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ അന്നും ഇന്നും കേട്ടിട്ടുണ്ട്. എല്ലാ മാതാപിതാക്കളും ദൈവദാസന്മാരുടെ അമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്. അവർക്ക് രാജ്യങ്ങളുടെ വാതിൽ തുറക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ. അമ്മ ഇന്നും എന്നും പ്രാർത്ഥിക്കും. എന്നെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ആയിരങ്ങളെ പതിനായിരങ്ങളെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കാനുള്ള കൃപ നൽകണമേ. ഞാൻ രക്ഷിക്കപ്പെട്ട കാലം മുതൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അന്നും ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ആയിരങ്ങളെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കൃപ നൽകണമേ. അവനൊരു കാർ കൊടുക്കണമെന്ന് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. ഒരു വീട് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടില്ല. നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്നോ ഒന്നും പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. അന്നും ഇന്നും
കർത്താവെ, അനേകരെ ശുശ്രൂഷയിലൂടെ കർത്താവിന് വേണ്ടി നേടാൻ, അനേകരെ ദൈവരാജ്യത്തിന് വേണ്ടി നേടാൻ, അനേകർക്ക് ഒരു തണലായിരിക്കാൻ, അനേകർക്ക് ആശ്വാസമായി തീരാൻ കർത്താവ് കൃപ നൽകണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഇന്നും ഞാൻ കേട്ടിട്ടുള്ള, ഇപ്പോഴും ഞാൻ കേൾക്കാറുള്ള. ഞങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കൾ അടൂരിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന അമ്മയായിരിക്കും പ്രാർത്ഥിക്കാറുള്ളൂ. അമ്മ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാറുള്ളൂ. ദൈവമക്കളോട് പറയാം, ദൈവം നമ്മളെ മാനിക്കാൻ വിശ്വസ്തനം. സംഗമനം എഴുതിയ പാട്ടിനകത്ത് ഇങ്ങനെ ഉണ്ട്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആർക്കും കടക്കാരനല്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ അരമറ്റൂവിന് ടിവിയിലൂടെ എന്റെ സാക്ഷിവാക്യങ്ങൾ കേട്ടല്ലോ. ഇപ്പൊ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയും കർത്താവ് നൽകിയ ആരോഗ്യം ആയുസ്സും ഒക്കെ അനുഭവിച്ചതും കർത്താവിനെ സേവിക്കാൻ കർത്താവ് ഭാഗ്യം നൽകി. ആത്മാക്കളെ നേടാനുള്ള ഭാഗ്യം ദൈവം നൽകിയിരിക്കുന്നു, അഭിഷേകം നൽകിയിരിക്കുന്നു, കൃപ നൽകിയിരിക്കുന്നു. എല്ലാത്തിനായി സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് തന്നത് ഒരു താലന്താണെങ്കിലും ആ ഒരു താലന്ത് വർദ്ധിക്കുന്നതാണ് എന്നുള്ള വെളിപ്പാടുകൂടെ ലഭിച്ചതിനായി ദൈവത്തിന് സ്തോത്രം. 2 കിട്ടിയവൻ 2 കൂടെ നേടി, 5 കിട്ടിയവൻ 5 കൂടെ നേടി. പക്ഷെ 1 കിട്ടിയവൻ 1 കൂടെ നേടായിരുന്നു. കയ്യിൽ കിട്ടിയ താലന്ത് അത് വർദ്ധിക്കുന്നതാണെന്ന് തിരിച്ചറിയാതെ കുഴിച്ചിട്ട് പോയി. പക്ഷെ ദൈവമക്കളോട് പറയാം, ലഭിച്ചത് അല്പമേ ഉള്ളെങ്കിലും അത് വർദ്ധിക്കുന്നതാണെന്ന യാഥാർത്ഥ്യബോധം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടും. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയിലൂടെ എന്നെ ശ്രദ്ധിച്ച ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്റെ അനുഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പരിശുദ്ധാത്മാവ് നിശ്ചയമായി തൊട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മേൽ ദൈവാത്മാവ് പകർന്നിരിക്കുന്ന ആത്മാവിന്റെ പകർച്ച എന്റെ അനുഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്കും അതിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുക. കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവരെ കാക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വെട്ടിക്കുളം ഗോസ്പൽ സെന്റർ ചർച്ച്, പ്രത്യേകിച്ച് പ്രയർ സെന്റർ ചർച്ച്, ഞങ്ങളുടെ മിനിസ്ട്രി പലയിടത്തും ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ എല്ലാ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് പ്രസ്തുതരായിരിക്കുന്ന പാസ്റ്റർ ഷാജിയെപ്പോഴും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച എല്ലാ പ്രവർത്തന മേഖലകളെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ ഒരവസരം നൽകിയ അരോമ ടിവിക്ക്, അതിന്റെ മുൻനിര നിൽക്കുന്നവർ, പിൻനിര നിൽക്കുന്നവർ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരാറായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കുക. വിളക്കിലെണ്ണയുള്ള ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി പറയുന്നു. എന്നെ കേട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ആത്മീയജീവിതത്തിന് ഒരു മുന്നോട്ടുള്ള ഒരു നാഴികക്കല്ലായി തീരട്ടെ. എന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ആത്മീയജീവിതത്തിനകത്ത് വലിയ പ്രചോദനവും നിങ്ങളുടെ ആത്മീയജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹവും ആക്കി തീർക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുവരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് ടൈം സോണിലാണ് ഇരിക്കുന്നത് എനിക്കറിയില്ല, നിങ്ങൾ ഏത് രാജ്യത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവായ ദൈവത്തിന്റെ സന്നിധിയിലാണ്, സർവശക്തിമാനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്ത പരമായി ചെയ്യാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ്. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്വർഗത്തിന്റെ നല്ല പിതാവേ, അരോമ ടിവിയിലൂടെ ഇപ്രകാരം എന്റെ ജീവിതാനുഭവങ്ങൾ വളരെ രഹസ്യമായി ഞാൻ സൂക്ഷിച്ച പലതും ഈ പോഡ്കാസ്റ്റിലൂടെ, ഈ ടിവിയിലൂടെ എനിക്ക് പങ്കുവെക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ ദൈവമായ കർത്താവേ, എന്റെ ജീവിതത്തിലെ ഞാൻ എവിടേക്കോ ആരും അറിയരുതെന്ന് അടച്ചു വെച്ച പല കാര്യങ്ങളും, ആരും അറിയരുതെന്ന് ചിന്തിച്ച പല കാര്യങ്ങളും ഈ സമൂഹത്തോട് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുന്നവരോട് തുറന്നു പറയാൻ എനിക്ക് നൽകിയ കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ കർത്താവായ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത വിടുതലുകൾ, എന്റെ കുടുംബത്തിൽ ചെയ്ത വിടുതലുകൾ, ഞങ്ങളെ ആത്മഹത്യയിൽ നിന്ന് വിടുവിച്ചത്, ഞങ്ങളെ വലിയ തകർച്ചകളിൽ നിന്ന് വിടുവിച്ചത്, അകപ്പെട്ട പ്രശ്നങ്ങൾക്കകത്തുനിന്ന് വിടുവിച്ചത്, മാനസാന്തരത്തിലേക്ക് നയിച്ചത്, സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടെന്നുള്ള വിളി എന്നിൽ എത്തിച്ച ദൈവത്തിന്, ദൈവവചന പഠനത്തിൽ എന്നെ സഹായിച്ച ദൈവത്തിനൊക്കെ നന്ദി പറയും. എന്റെ ദൈവമായ കർത്താവ്, എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം പലതും ഞാൻ ഇതിലൂടെ ഈ ജനത്തിന് കൈമാറിയിട്ടുണ്ട്. അത് ഇവർക്ക് അനുഗ്രഹമാകട്ടെ. കേൾക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ ദൈവമായ കർത്താവ്, ഞാൻ കടന്നുപോയ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പലരുമുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ട്, വീടിനകത്തെ പ്രശ്നങ്ങൾ, കർത്താവ് സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടായിട്ടും വിളിക്കൊത്തവണ്ണം ചുവടുവെക്കാൻ കഴിയാത്തവർ. എന്റെ കർത്താവ്, അങ്ങനെ സാമ്പത്തികവും ആത്മീയവും ശാരീരികവും മാനസികമായിട്ടൊക്കെ തകർന്ന് പൈശാചിക ശക്തികളാൽ പല പീഡകളും നേരിടുന്നവർ, സാമൂഹികമായിട്ട് വലിയ പ്രതിസന്ധികൾ നേരിടുന്നവർ, വല്ലാത്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരും, എന്റെ നല്ല കർത്താവ് എല്ലാവരെയും അങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് വിശ്വസിക്കുന്നു. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ആ അനുഭവത്തിൽ വിശ്വസിച്ച് ഉറപ്പിച്ച പത്രോസിനെ പോലെ ഇന്നലകളിൽ എന്നെ വിടുവിച്ച ദൈവത്തിന് ഈ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചതുപോലെ എന്റെ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും, സാമൂഹിക പ്രതിസന്ധിയിൽ നിന്നും, വൈശാചികമായ പോരാട്ടങ്ങളിൽ നിന്നും, ജീവിതത്തിൽ നേരിടുന്ന സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്നെ കേൾക്കുന്ന എല്ലാവരും വിടുവിക്കാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ കർത്താവ്, എല്ലാവരെയും അങ്ങ് ആശീർവദിക്കണമെന്നും അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരും എന്റെ കർത്താവെ അങ്ങ് തൊടണമെന്ന് അപേക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരും എന്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ വ്യാപാര ശക്തി കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ വിളി എത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും മാനസാന്തരപ്പെടാനുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെടേണ്ട ദൈവത്തോട് അപേക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ആത്മീയത്തിന്റെ കർത്താവ് ആത്മീയത്തെ നിരുത്തരപരമായി കാണുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആത്മീയ എരിവുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആത്മീയത്തിനകത്ത് അത്ര ഗൗരവമായി കാണാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ കർത്താവിന്റെ സന്നിധി ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരായി മാറട്ടെ. അരോമ ടിവിക്കായി സ്തോത്രം. അതിന്റെ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് പ്രൊസീഡിന് പ്രിയ കർത്തുദാസനും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. എന്റെ കർത്താവ് മാനിക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. കർത്താവ് അങ്ങ് വിശ്വസ്തനാണ്, അങ്ങ് പ്രവൃത്തിയിൽ വലിയവനാണ്. വിശ്വസിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ, ആശീർവദിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പ്രിയ റജി സാമുവൽ അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച്, ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന്റെ മഹത്വം കരയേറ്റുന്നു. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് തികച്ചും വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ ജീവിതത്തിലും അത് വ്യത്യസ്തമായ നിലകളിലാണെന്ന് ദൈവദാസന്റെ ജീവിതാനുഭവത്തിലൂടെ ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. സംഭവബഹുലമായി ഈ ലോക ജീവിത യാത്രയുടെ നടുവിൽ, ആ ഒഴുക്കിന്റെ നടുവിൽ ഒഴുകി ഒരുപക്ഷെങ്കിൽ നാശത്തിന്റെ ആ താഴ്വരയിലേക്ക് പോയി നശിച്ചു പോകാമായിരുന്ന സ്ഥാനത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ നിത്യ തിരഞ്ഞെടുപ്പിലേക്ക്, ആ നിത്യതയ്ക്കായി വഴിതിരിച്ചുവിട്ട് ഇന്ന് കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരായുധമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവം ഇന്ന് വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് ഉള്ള സാക്ഷ്യം കേൾക്കുവാൻ കഴിഞ്ഞു. അതിനായി ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ജനിച്ചു വളർന്ന ജീവിത പശ്ചാത്തലത്തിൽ നിന്ന്, ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ ദൈവത്തിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ് അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തു. പ്രത്യേകിച്ച് വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും വളരെ കഷ്ടതകളുടെ നടുവിലും ഒക്കെ ജീവിതം കടന്നു പോയെങ്കിലും ദൈവം ആ തകർച്ചയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ദൈവം തന്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവത്തിന്റെ കരം പിടിച്ച് ദൈവം ആമേനെന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന നല്ല സാക്ഷ്യം കേൾക്കാൻ കഴിഞ്ഞു. ആ കുടുംബത്തെ എല്ലാവരെയും കർത്താവിന് വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ചു. ഇന്ന് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, അനേകരുടെ ആശ്വാസത്തിനും അനുഗ്രഹത്തിനും വിടുതലിനും വേണ്ടി വിവിധ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം ഇന്ന് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷ മണ്ഡലങ്ങളെ, പുതിയ തലങ്ങളെ ദൈവം ആദരിക്കട്ടെ, അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഇത്തരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തില് ഒരു വഴിത്തിരിവിന് കാരണമായി തീരുകയും ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പ്രസ്താവിപ്പാൻ അരോമ ടിവിയിലെ സമയം വേർതിരിച്ചതിന് ഒരു പ്രാവശ്യം കൂടെ ദൈവാസനോട് നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.
ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.